ഇതിന് സുവിശേഷ മഹായോഗം കൊടങ്ങാവിള IPA ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് നടത്തപ്പെടുവാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിത്തന്ന ആ വലിയവനായ ദൈവത്തിന് സകല നന്ദിയും മഹത്വവും എല്ലാം സ്വാഗതവും അർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്ന് സ്തോത്രം ഈ സുവിശേഷ മഹായോഗത്തെക്കുറിച്ച് ഇവിടെ നടത്തുമെന്നിങ്ങനെ നോക്കി നടക്കുമ്പോൾ സ്തോത്രം ഇങ്ങനെ ഇവിടെ ഈ കമ്പനി നടത്തുന്ന ബിജുകുമാർ പാസ്റ്റർ കാണുവാനിടയായി. അവരെ വളരെ സന്തോഷത്തോടെ ഇവിടെ വെച്ച് ഈ ക്രമീകരണങ്ങൾ ചെയ്യാം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് സ്തോത്രം പറയുക മാത്രമല്ല, അതുപോലെ അവരും ഇത്തിരി അധ്വാനിച്ച് ഈ ഗ്രൗണ്ട് ഇത്രയും മനോഹരമാക്കി നമുക്ക് ഈ ഫ്ലാറ്റുമൊക്കെ ഇവിടെ ഇടേണ്ട എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്ന ആ പ്രിയ പാസ്റ്ററിനും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സ്തോത്രം കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്വാഗതവും ഈ സമയം അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഈ കൺവെൻഷൻ യോഗം ഇവിടെ സ്തോത്രം ക്രമീകരിച്ചപ്പോൾ തന്നെ പ്രാസംഗികനായിട്ട് ആരെ വിളിക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ദേവരാജൻ പാസ്റ്റർ എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷക്തനെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസിൽ ആ പേര് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്തോത്രം നമ്മുടെ നടുവിലായിട്ടുണ്ട്, ഇരിപ്പുണ്ട്. ആ പ്രിയ വിലപ്പെട്ട ദേവദാസന് സ്തോത്രം ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുമുള്ള നന്ദിയും സ്വാഗതവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതുപോലെ ഈ കൺവെൻഷൻ യോഗം ഇവിടെ നടത്തുന്നത് പിരിവോ കാണിക്കകളോ എടുത്തൊന്നുമല്ല. ഇതിൻ്റെ മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച് നടത്തുന്ന കിഷോർ എന്ന് പറയുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനാണ്. വർഷപ്പ് ലീഡ് ചെയ്ത ആ കർത്താവിൻ്റെ ദാസനാണ്. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കീബോർഡ് പ്ലേ ചെയ്യുന്ന പ്രിയ ഒരു ദേവദാസൻ്റെ മകനാണ്. അതുപോലെ തന്നെ പേട് വായിച്ച ആ പ്രിയ മകൻ. ഇവരൊരു ടീമാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള യവനക്കാരുകളൊക്കെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ഇച്ഛകളിലൊക്കെ വിരഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ചേർന്ന് കിട്ടുന്ന സമയമൊക്കെ അവരെ ശാരീരികവും സാമ്പത്തികമായിട്ടൊക്കെ ചെലവിട്ട് ഇതുപോലെ ഓരോ ദേശങ്ങളിൽ കടന്നുപോയി ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ട അതിൽ പ്രവർത്തിക്കുന്ന കീബോർഡ് വായിക്കുന്ന അതുപോലെ തന്നെ ആ പേഡ് വായിക്കുന്ന വർഷിപ്പ് ലീഡ് ചെയ്ത പാടിയ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ മീഡിയ പിടിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ സ്തോത്രം സെറ്റ് കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ടീമിലുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും അതുപോലെ തന്നെ ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇത്രയും ആൾക്കാർക്ക് അടുത്തുനിന്നൊക്കെ കടന്നു വരുവാൻ സുവിശേഷ മഹായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി. അതുപോലെ ചില ദൈവദാസന്മാരിൻ്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദിയും സ്വാഗതവും അറിയിക്കുന്നു. കർത്താവ് മഹത്വം എടുക്കട്ടെ. അതുപോലെ നല്ലവരായ ദേശനിവാസികൾ ഈ ശബ്ദ പരിധിക്കുള്ളിലിരുന്ന് ഇത് ശ്രവിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്കും സ്തോത്രം കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്വാഗതവും ഈ സമയം അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനും സാക്ഷി ഇവിടെ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്നൊക്കെ ഞാൻ സാക്ഷി പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഒരു വലിയ സാക്ഷ്യവും പ്രസംഗവുമുള്ള ഒരു കർത്താവിൻ്റെ അഭിഷക്തൻ നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ഞാൻ സാക്ഷ്യത്തിനായിട്ട് തിരിയുന്നില്ലെങ്കിലും ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ആരുടെയും മിടുക്കല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പഠനമല്ല, എൻ്റെ സാമ്പത്തികത്തിൻ്റെ കഴിവുമല്ല. പിന്നെയോ ലോകരക്ഷകനായ യേശു ക്രിസ്തു 2023 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ഭാര്യൻ്റെ നടുവിൽ ഇരിപ്പുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് നേരെ RCCയിലേക്ക് വിട്ട് RCCയിലുള്ളവരും കൈവിട്ട് മരണത്തോട് മല്ലടിച്ച് ഭവനത്തിൽ കിടക്കുമ്പോൾ ലോകരക്ഷകനായ യേശു ഞങ്ങളെയും രക്ഷിക്കുവാൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആ യേശുവിനെ കണ്ടത് മുഖാന്തരം, യേശുവിനെ അറിഞ്ഞത് മുഖാന്തരം എൻ്റെ ഭാര്യയുടെ ക്യാൻസറിൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറ്റുകയും ആ കർത്താവിനെ കിട്ടുന്നിടത്തൊക്കെയും ഞങ്ങൾ കുടുംബമായി കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാടിയത് കൊയറിൻ്റെ കൂടെ പാടിയതിൻ്റെ ഇളയ മകളാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കഴിയുന്നിടത്തോളം കർത്താവിനെ, വിടുവിച്ച കർത്താവിനെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മുഖ്യ സന്ദേശത്തിനായി കർത്താവിൻ്റെ അഭിഷക്തനെ നമുക്ക് 2 കരങ്ങളെ അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹവും പ്രസാദവും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല രാത്രിക്കായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. ക്രിസ്തയേശുവിനെ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മഹായോഗത്തിൻ്റെ നടുവിൽ എൻ്റെ കർത്താവിൻ രക്ഷകനുമായ ദൈവത്തെ ഉയർത്തിക്കാണിപ്പാൻ എളിയവനാകുന്ന സാധുവാകുന്ന എന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ നടുവിൽ നിർത്തിയ എൻ്റെ കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ ഈ ടീമിൽ ഈ മഹായോഗത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച് വേദി ഒരുക്കി തന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ടീമിലെ സംഘാടകരായിരിക്കുന്ന കർത്തദാസന്മാർ, അതുപോലെ മനോഹരമായ ഗാനം ആലപിച്ച ടീമിലെ അംഗങ്ങൾ, കീബോർഡ് പ്ലേ ചെയ്തവർ, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രവർത്തകരായിരിക്കുന്ന അധ്യക്ഷപീഠം അലങ്കരിച്ച ദൈവദാസന്മാർ, അനവധി കർത്തദാസന്മാർ ഇതിൻ്റെ ബേക്കിലൊക്കെ ഇരിപ്പുണ്ട്. എന്നെക്കാളും ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും ജ്ഞാനിമളുമായ ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാം, അടുത്തും അകലെയുമായി ഈ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ദൈവജനം, ദേശവാസികൾ, എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ഈ ശബ്ദം നമ്മെ വിടിവിക്കുന്ന ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അല്പസമയം ദൈവവചനം ചിന്തിച്ച് അതോടൊപ്പം തന്നെ എൻ്റെ എനിക്ക് ചെയ്ത വിടുതലുകൾ ഞാൻ പറഞ്ഞ് ദൈവദാസൻ തന്ന സമയത്തിനകത്ത് ഞാൻ യോഗം അവസാനിപ്പിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഓർപ്പിക്കുന്നു. പറഞ്ഞതുപോലെ എൻ്റെ പേര് ദേവരാജൻ എന്നാണ്. ഞാൻ ജനിച്ചത് കാളിമല, നിങ്ങൾക്കറിയാമായിരിക്കും, കുരിശുമലയുടെ മറുഭാഗം കാളിമലയിലാണ് ജനിച്ചത്. ഇപ്പോൾ താമസിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത് കന്നുമാമൂട്, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ബോർഡറായിരിക്കുന്ന കന്നുമാമൂട് കർത്താവിൻ്റെ വേല ചെയ്യുന്നതും ഞാൻ കുടുംബമായി വസിക്കുന്നതും. കേരളത്തിലും തമിഴ്നാട്ടിലും അനവധി ചർച്ചകൾ കർത്താവ് തന്നിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയാൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കും. ഞാൻ വലിയ പ്രാസംഗനോ പണ്ഡിതനോ പ്രവാചകനോ നല്ല, കർത്താവിൻ്റെ ഒരു എളിയ ദൈവദാസനാണ്. പ്രൈസ്. നിങ്ങളുടെ പോലെ ഒരു സഹോദരൻ എന്ന് മാത്രം ഞാൻ പറയാം. സ്വത്ര. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പാസ്റ്റർ വേണമെങ്കിൽ പ്രസംഗിച്ചിട്ട് പോന്നിരിക്കരുത്. നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കും. പ്രസംഗിക്കുന്ന കർത്താവിനെയാ. കർത്താവ് രാജാതി രാജാവാ. പ്രൈസ് ദി ലോർഡ്. സർവത്തിൻ്റെ നാഥനായ ദൈവത്തെ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഉയർത്താൻ പോകുക. അല്പസമയം ചിന്തയ്ക്കാൻ ഒരു വചനം വായിക്കാം. സവർഷവാക്യം 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം കുറിവാക്യമായി വായിച്ച് അല്പസമയം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്ന സവർഷവാക്യം 12-ാം അധ്യായം 25-ാം വാക്യം കുറിവാക്യമായി വായിക്കാം. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹവും പ്രസാദവും നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഈ ഞായറാഴ്ചയുടെ സന്ധ്യായാമത്തിനായി സ്തോത്രം. ശ്രേഷ്ഠദാസന്മാർ, ടീമിലെ അംഗങ്ങൾ, IPA ചർച്ചിലെ ദൈവദാസൻ, സഭയുടെ പ്രിയപ്പെട്ടവർ, ഇവിടെ ചുറ്റുപാട് കർത്താവിൻ്റെ വേലയെ ദൈവദാസന്മാർ തീരുമാനിച്ചൊരുക്കി ഒരുക്കപ്പെട്ട മഹായോഗത്തിൻ്റെ നടുവിൽ ശുശ്രൂഷയ്ക്കായി വായിച്ച വചനത്തിനായി സ്വത്രം. വായിച്ച വചനം അടിയനോടും ജനത്തോടും ദേശത്തോടും സംസാരിക്കണം. മഹത്വം മുഴുവൻ അങ്ങെടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് രാത്രി എൻ്റെ വിഷയം മനോവ്യസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുമ്പോൾ ഒരു നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നല്ല വർത്തമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അമ്മയപ്പന്മാർ നല്ല വർത്തമാനം കേൾക്കാൻ കഴിയാതെ
മക്കൾ കൊടിക്കുന്ന കാലഘട്ടം, മക്കളുടെ വായിൽ നിന്ന് നല്ല വർത്തമാനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം. ലോകരാജ്യത്തുനിന്ന് പല വ്യക്തികൾ നല്ല വർത്തമാനം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഓരോ ദിവസം കേൾക്കുന്നത് കൊലപാതകങ്ങളും ആത്മഹത്യകളും ആക്സിഡന്റുകളും പീഡനങ്ങളും കേട്ട് മനുഷ്യന്റെ മനസ്സ് വേദനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കുഞ്ഞു കുട്ടികളെ ഹല്ലേലൂയ കഴുത്തറുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കുഞ്ഞുങ്ങളെ വിവിധ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഇന്ന് രാത്രി മനോവസനത്തോടെ ഭർത്താവിനെ ഓർത്ത്, മക്കളെ ഓർത്ത്, തലമുറയെ ഓർത്ത് ഭാരത്തോടിരിക്കുന്ന ദൈവവൈതലേ, ഒരു നല്ല വർത്തമാനം കർത്താവ് ഇന്ന് രാത്രി നൽകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല വർത്തമാനം. സ്തോത്രം. എൻ്റെ പേര് ദേവരാജനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിൻ്റെ പേര് ശ്രീധരൻ ആശാൻ എന്ന, എൻ്റെ അമ്മയുടെ പേര് സരസ്വതി അമ്മ. കാളിമലയിൽ ജനിച്ചു, വളർക്കപ്പെട്ടു. എൻ്റെ പിതാവിന് 3 വീടുണ്ട്, 3 തെക്കതുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മനോഹരമായ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മന്ത്രവാദി, അപ്പോൾ തന്നെ നല്ല കായിക അഭ്യാസം പഠിപ്പിക്കുന്ന, കളരിപ്പറ്റ് പഠിപ്പിക്കുന്ന ആശാനായിരുന്നു. 760ഓളം ശിഷ്യന്മാർ തൻ്റെ കീഴിൽ പഠിച്ച വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. നെടുവങ്ങാട്, പാലോട്, ആനാട്, പറണ്ടോട്, വിതിര, വെള്ളനാട്, ഉറിയാക്കോട് ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഒത്തിരി വ്യക്തികൾ തന്നോട് അഭ്യാസം പഠിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രൈസ് താൻ കുടുംബസ്ഥനായി മൂത്ത മകനായി ജനിക്കുവാനിടയായി. എനിക്ക് എൻ്റെ പിതാവിനും മാതാവിനും മൂത്ത മകനായി ജനിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. സ്തോത്രം. ജനിച്ച 6.5 വയസ്സുവരെ നല്ല സുഖത്തോടെ ആരോഗ്യത്തോടെ പിതാവിനോട് കൂടെ നടന്ന് പിതാവിൻ്റെ കൈവിരൽ തൂങ്ങി നടന്ന ഒരു വ്യക്തിയായിരുന്നു. പിതാവ് എവിടെ പോയാലും എന്നെ കൊണ്ടുപോകാറുണ്ട്. കായികാഭ്യാസം പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. പ്രത്യേകം മന്ത്രവാദങ്ങൾക്ക് താൻ പോകും. 41, 21, 7, 10 ദിവസങ്ങളിൽ കട്ടിനകത്ത് വീടുമായി ബന്ധമില്ലാതെ താൻ വ്രതമെടുത്ത് മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. 6.5 വയസ്സ് പ്രായമായപ്പോൾ എനിക്ക് ഒരു രോഗം പിടിപെടുവാനിടയായി. എനിക്ക് 3 സഹോദരങ്ങളിൻ്റെ പിന്നിലുണ്ടായി. അപ്പം ഞാൻ മൂത്ത മകന് 6.5 വയസ്സിൽ ഞാൻ രോഗിയായി മാറി. എൻ്റെ പിതാവ് 1 വർഷം വരെ താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ, പൂജകൾ, മന്ത്രവാദങ്ങൾ, തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഏറെ പണങ്ങൾ ചിലവാക്കി തലെല്ലാ കാര്യാദികൾ ചെയ്തിട്ട് മരിക്കും എന്ന് ഉറപ്പായി കണ്ണൊക്കെ അടച്ചു, നീരക ശരീരത്തെ ആവരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാവിൻ്റെ ഭവനത്തു നിന്ന് എന്നെ കാണുവാൻ, കൊച്ചുമകനെ കാണുവാൻ എൻ്റെ അമ്മാമ്മ കടന്നു വരുവാനിടയായി. ഇളയ മകൻ അമ്മാമ്മയുടെ ഇളയ സഹോദരൻ ആർമിക്കാരന്. താൻ ലീവിന് കാണാൻ വരുമ്പോൾ അവർ ചിന്തിച്ചു, ഇവൻ മരിച്ചു പോകും എന്ന് ചിന്തിച്ച് എന്നെ വണ്ടി പിടിച്ച് നേരെ തമിഴ്നാട്, ഇന്നത്തെ മെഡിക്കൽ കാരക്കുണം മെഡിക്കൽ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ അത്രയും ഫേമസ് ആയിട്ടില്ല. ഏറ്റവും വലിയ ഫേമസ് ആശുപത്രി തമിഴ്നാട് കോട്ടാർ ആശുപത്രി എന്ന് പറയപ്പെടുന്നത്. എൻ്റെ മാതാവും പിതാവും അവിടെ എന്നെ എത്തിക്കുവാനിടയായി. 6.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ 7.5 വയസ്സ് വരെ എൻ്റെ പിതാവ് ചെയ്യേണ്ട ചികിത്സകൾ ചെയ്തു. 7.5 വയസ്സിൽ കോട്ടാർ ആശുപത്രി എത്തിച്ചു. 6 മാസം അവർ ചികിത്സകൾ ചെയ്തു. എൻ്റെ പിതാവിനെ വിളിച്ചു പറഞ്ഞു, മകനെ കാണണമെങ്കിൽ കയറി കാണാൻ പറഞ്ഞു. എല്ലാവരും കയറി കണ്ടു. ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മരക്കഷ്ണം പോലെ, ചലിക്കാത്ത ഒരു മരക്കഷ്ണം പോലെ തുണിക്കകത്ത് പൊതിഞ്ഞ് എന്നെ കൊടുത്തയക്കുവാനിടയായി. മാതാവും പിതാവും കരഞ്ഞും കൊണ്ട്, അമ്മാമ്മയുമായി കരഞ്ഞും കൊണ്ട് അംബാസഡർ കാറിനകത്ത് എന്നെ കയറ്റി നേരെ കാളിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. പിതാവിന് 3 വീടുകളുണ്ട്. മന്ത്രവാദങ്ങൾ ചെയ്തും പ്രൈസ് ദി ലോർഡ് കായിക അഭ്യാസങ്ങൾ പഠിപ്പിച്ചും ലഭിക്കുന്ന കാശ് കൊണ്ട് നല്ല ഭൂമി മേടിച്ച് ഭവനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഭവനത്തിനകത്ത് അടക്കുവാൻ പറഞ്ഞു, ഈ വീട്ടിനകത്ത്, ഒരു വീട്ടിനകത്ത് എൻ്റെ മകനെ അടക്കണം, മൂത്ത മകനായതുകൊണ്ട് അങ്ങനെ അടക്കം ചെയ്യേണ്ട
സജ്ജീകരണം തൻ്റെ പ്രിയപ്പെട്ടവർ തൻ്റെ ശിഷ്യന്മാർ പലരും വന്നു. ഇന്നത്തെ പോലെ ശവപ്പെട്ടി റെഡിമെയ്ഡ് കിട്ടുകയില്ല. തടിക്കടയിൽ ചെന്ന മാമ്പലവ കിട്ടും. പ്രൈസ് ദി ലോർഡ്. വയസ്സായ പിതാക്കന്മാരാ പെട്ടി കൂട്ടാൻ വരുന്നേ. പെട്ടി ഉണ്ടാക്കാൻ പലവ കൊണ്ടുവന്നു. പെട്ടി ഉണ്ടാക്കാൻ ആശാരി വീട്ടിലെത്തി. എത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ നെടുവങ്ങാടിനപ്പുറത്തുനിന്ന് ചില ശിഷ്യന്മാർ സൈക്കിളിൽ, ഇന്നത്തെ പോലെ ബൈക്കോ കാറൊന്നും അന്ന് കൂടുതലില്ലാത്ത കാലഘട്ടമാണ്, സൈക്കിളിൽ യാത്ര ചെയ്ത് എൻ്റെ പിതാവിൻ്റെ സ്വദേശത്തേക്ക് തൻ്റെ ആശാന്റെ മകൻ്റെ മരണം കാണാൻ, മരണ വാർത്ത കേട്ട് ഇവർ വരുവാനിടയായി. എൻ്റെ പിതാവിനോട് ചോദിച്ചു, ആശാനെ, താങ്കളുടെ മകൻ മരിക്കുന്നതിന് മുമ്പ് താൻ സേവിച്ചു വരുന്ന ദേവന്മാർ ദേവിമാർ തന്നെ അറിയിച്ചില്ലേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാ മരിച്ച്? താൻ ചെയ്ത മന്ത്രവാദങ്ങൾ തിരിച്ചടിച്ചതാണോ, അല്ല മാരക രോഗം കൊണ്ടാണോ മരിച്ചെന്ന് താങ്കൾ സേവിച്ചു വരുന്ന ദേവന്മാർ അറിയിച്ചില്ലേ? എൻ്റെ പിതാവ് പറഞ്ഞില്ലവേ ഇല്ല, ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. വന്ന സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിനടുത്ത് നെടുവങ്ങാടിനപ്പുറം നാടിനിപ്പുറം കല്ലടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാർത്ഥനക്കാരിയുണ്ട്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനക്കാരി അടുക്കൽ ചെന്നാൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രവചനം പറയുന്ന ഒരു പ്രവാചകിയുണ്ട്. ശ്രദ്ധിക്കണമേ, യേശു ആരെന്നറിയാത്ത, സത്യദൈവം എന്തെന്നറിയാത്ത ഈ മന്ത്രവാദി പറഞ്ഞു, മകനെ അടക്കുന്നത് പിന്നെയാകാം, നാളെ അടക്കാമല്ലോ, ആദ്യം ഈ രഹസ്യം അറിഞ്ഞിട്ട് വരാം. എന്നെ കൊണ്ടുവന്ന അംബാസഡർ കാറിൽ ചില ശിഷ്യന്മാരും താനും കൂടെ കയറി സന്ധ്യയോടെടുക്കുന്ന സമയത്ത്, വൈകാര സമയത്ത് ഇവിടെ നിന്ന് കാളിമലയിൽ നിന്ന് നെടുവങ്ങാട് വണ്ടി ഓട്ടിച്ച് എന്ന് പ്രൈസല വലിയ കുത്തുതേരിയ പ്രൈസല കല്ലടക്കുന്നെന്ന് പറയുന്ന മലയിലേക്ക് വണ്ടി കയറി ചെല്ലുമ്പോൾ ഓലഷെട്ടിനകത്ത് കമ്മുകൊണ്ട് കീറി ഉണ്ടാക്കിയ ചുവര് പ്രൈസൽ സൈഡിൽ ചുവരിന് കമ്മുകൊണ്ട് കീറി അഴിയടിച്ചതാണ്. അതിനകത്ത് ചിമ്മിനി വിളക്ക് തൂക്കിയിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു തള്ള അതിനകത്ത് ഇരിപ്പുണ്ട്. തള്ള രാജ്യത്തിന് വേണ്ടി കരയുക, മന്ത്രവാദികൾക്ക് വേണ്ടി കരയുക, ലോകത്തിലെ ജനതയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കാറിൽ ചെന്ന് ചില വ്യക്തികൾ ചാടി ഇറങ്ങി അതിനകത്ത് കയറുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനക്കാരി തള്ള വിളിച്ചു, മന്ത്രവാദിയേ, വിളിച്ചടുത്ത വാർത്ത, നിന്റെ മകൻ മരിച്ചെന്നല്ലേ നീ ഇവിടെ വന്നേ? നിന്റെ മകൻ മരിച്ചിട്ടില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, മനോവസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുമ്പോൾ ഒരു നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിക്കുന്നു. മന്ത്രവാദിയാണെങ്കിലും താൻ സ്നേഹിച്ച് വളർത്തിയ 8 വയസ്സാകും വരെ വളർത്തിയ മകന മരിച്ചുപോയേ. ഈ തള്ള പറയുക, അല്ല, ദൈവം പറയുക, നിന്റെ മകൻ മരിച്ചിട്ടില്ല. സ്വത്രം. ഈ വാർത്ത കേട്ടാൽ സന്തോഷിക്കാത്ത ഏതെങ്കിലും ദുഷ്ട മനുഷ്യനുണ്ടാകുമോ? എൻ്റെ ചിന്ത, എൻ്റെ പിതാവിൻ്റെ അകവാള് വെട്ടിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അവൻ നിന്റെ മകൻ കിടക്കുന്നിടത്ത് എൻ്റെ ദാസിയെ ഞാൻ അയക്കും. ഈ 2 ദൂതും പറഞ്ഞു. 1, തൻ്റെ മകൻ മരിച്ചിട്ടില്ല. 2, എൻ്റെ ദാസിയെ നിന്റെ മകൻ കിടക്കുന്നിടത്ത് ഞാൻ അയച്ച് അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു മരിച്ചവനെ വിടുവിക്കുന്നവനാ. കരയുന്ന അമ്മമാരുടെ കണ്ണിലുടയ്ക്കുന്ന യേശുവിനെ കുറിച്ച് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നേ. ഞാൻ മതങ്ങളെ കുറ്റം പറയാനോ സഭകളെ കുറ്റം പറയാനോ ദൈവദാസന്മാരെ കുറ്റം പറയാനല്ല, എൻ്റെ യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ പറയാനാ വന്നേ. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന് വലിയ സന്തോഷമായി. തൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എൻ്റെ പിതാവ് വളരെ സന്തോഷിച്ചു. ഡാക്ടർമാർ തെറ്റുപറ്റിയതല്ല, ഡാക്ടർമാർ പഠിച്ച ഡാക്ടർമാരാ, നല്ല ജ്ഞാനമുള്ളവരാ, നല്ല അറിവുള്ളവരാ, മെഡിക്കൽ ശാസ്ത്രം നന്നാ അറിവുള്ളവരാ.
പക്ഷേ അതിനെക്കാളും അറിയുന്ന ഒരുവനാ എൻ്റെ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, അങ്ങനെ ഈ മന്ത്രവാദിയുടെ കാറിനകത്ത് തള്ള പ്രാർത്ഥിക്കുന്ന തള്ള കയറി വന്നു. ഹല്ലേലൂയ. അവൻ രാത്രി 8 മണിക്ക് ശേഷം ഇവിടെ എത്തിയെന്ന എൻ്റെ പിതാവും മാതാവും പറയുന്ന അറിവ്. രാത്രി 8 മണിയാകുമ്പോൾ മരിച്ച വീട്ടിൽ നമുക്കറിയാം ലൈറ്റുകൾ കെട്ടിയിട്ടുണ്ട്, ടാർപ്പ് കെട്ടി, ഇതുപോലെ കസേര കൊണ്ടിട്ടിട്ടുണ്ട്, കുഴിവെട്ടാൻ സജ്ജീകരണമെല്ലാം ആയി. പക്ഷെ പിതാവ് വരാത്തത് കൊണ്ട് വീട്ടിനകത്ത് ആ കുഴിവെട്ടേണ്ടേ ഏത് റൂമിനകത്തുനിന്നോ ഏത് ഹാളിനകത്തുനിന്നോ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കുഴിവെട്ടാൻ ആള് വന്നിട്ടുണ്ട്, പെട്ടി ഉണ്ടാക്കാൻ ആള് വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനക്കാരി തള്ള വന്നു. കാരണം എൻ്റെ മുഖം കാണാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ മുഖമൊക്കെ വീർത്ത് കണ്ണൊക്കെ തള്ളി വല്ലാതെ ആര് കണ്ടാൽ പേടിച്ചു പോകത്തക്കവണ്ണം മൃഗത പ്രൈസലോ മുഖമായതുകൊണ്ട് മുഖം മൊത്തം തുണി മൂടിയിരുന്ന് ആരും കാണാതിരിപ്പാൻ യവണ്ട് 1 വർഷം വരെ വെള്ളമിറങ്ങാതെ മരുന്നിറങ്ങാതെ ചലിക്കാതെ സംസാരിക്കാതെ കിടന്ന മനുഷ്യനാണ്. പ്രൈസലോ. ശ്രദ്ധിക്കണമേ. എന്നാൽ ഈ തള്ള വന്ന് ആദ്യം എൻ്റെ മുഖത്ത് മൂടിയിരുന്ന തുണി മാറ്റി, കൈയുടെയും കാലിൻ്റെയും കെട്ട് അഴിച്ചു മാറ്റി, വായുടെ കെട്ട് അഴിച്ചു മാറ്റി, മൂക്കിനകത്ത് പഞ്ഞി കുത്തി കയറ്റി വെച്ചിരുന്നു, എടുത്തു മാറ്റി, മുഖം പുറത്ത് കാണത്തക്കവണ്ണം തുണി മറച്ചിട്ട് തള്ള മുഴങ്കാലി മടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. രാത്രി 8 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന രാവിലെ 8 മണിക്ക് വന്നവരൊക്കെ പോയി, കുഴിവെട്ടാൻ വന്നവർ പോയി, കുളിപ്പിക്കാൻ വന്നവർ പോയി, പെട്ടിയുണ്ടാക്കാൻ വന്നവർ പോയി, അന്ത്യം അവസാനം മണ്ണിടാൻ വന്ന പലരും മാറിപ്പോയി. എന്നാൽ പ്രാർത്ഥിക്കുന്ന തള്ള പോയില്ല. രാത്രി 8 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന രാവിലെ 8 മണി വരെ ഈ തള്ള പ്രാർത്ഥന തുടർന്നു. സ്വത്രം. എൻ്റെ പിതാവ് സ്വന്തമായി കാളിമലയിൽ സ്വന്തമായി മദ്യം മാറ്റാൻ തൻ്റെ കൂടെ ആൾക്കാരുണ്ട്. സ്വന്തമായി കോടയിട്ട് മദ്യം മാറ്റി കുടിക്കുന്ന മനുഷ്യന് സമയം മകൻ മരിച്ച സന്തോഷം കൊണ്ടായിരിക്കാം ഇടത് കൈയിൽ മദ്യവും വലത് കൈയിൽ ചുരുട്ടും വലിച്ച് നിൽക്കുമ്പോൾ 2-ാം ദിവസം രാവിലെ 8 മണിക്ക് തള്ള വിളിക്ക് പ്രാർത്ഥനക്കാർ വിളിച്ചു. മന്ത്രവാദിയെ അകത്ത് കയറി വരാൻ പറഞ്ഞു. ഇദ്ദേഹം കയറി വരുമ്പോൾ അടുത്ത പ്രവചനം, തൻ്റെ മകൻ മരിക്കത്തില്ല, അവൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. 2, തൻ്റെ മകൻ മുഖാന്തരം തൻ്റെ ആചാരങ്ങളും കർമ്മങ്ങളും തച്ചുടയ്ക്കും എന്ന് മാത്രം 2 ദൂതം പറഞ്ഞിട്ട് തൻ്റെ തള്ളക്ക് കുടിക്കാൻ അവൻ മൊന്തയിൽ വെള്ളം കൊണ്ട് വച്ചിരുന്നു. എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മുഖത്തെ കടിച്ചു. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നു, വാ തുറന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വായിൽ വെള്ളം തുണിയിൽ മുക്കി നനച്ച് ചുണ്ടൊക്കെ കോർത്ത്, കാരണം മാസങ്ങൾ വെള്ളം ഇറങ്ങാതെ ചുണ്ടും വായും എല്ലാം നാക്കെല്ലാം ഒട്ടിപ്പോയി, ഉണങ്ങിപ്പോയി. മണിക്കൂർ വെള്ളം നനച്ചതിന് ശേഷം അമ്മ വാ തുറന്ന് കണ്ണ് നേരത്തെ തുറന്നു. അമ്മ എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ വയസ്സിൽ മരിച്ച എന്നെ 8-ാമത്തെ വയസ്സിൽ എൻ്റെ ദൈവം എന്നെ ജീവനെ തന്നു. ഇന്ന് രാത്രി 59-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശുവിനെ അറിഞ്ഞില്ല കേട്ടോ സഹോദരങ്ങളെ. എൻ്റെ പിതാവ് യേശുവിനെ അറിഞ്ഞില്ല. ഒരു പ്രാർത്ഥനക്കാരി വന്ന് പ്രാർത്ഥിച്ചു, മകൻ ജീവനെ കിട്ടി, അത്രയേ ഉള്ളൂ. എൻ്റെ പിതാവിൻ്റെ പരിപാടി മുൻപോട്ട് തുടർന്നു. തൻ്റെ പൂജകളും കർമ്മങ്ങളും താൻ ചെയ്തു വന്നെല്ലാം ക്രമപ്രകാരം ചെയ്തു വന്നു. അങ്ങനെ എൻ്റെ മാതാവ് 4-ാമത്തെ കുഞ്ഞിനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പ്രസവിപ്പാനിടെ വീട്ടിലാ പ്രസവിച്ച്. ഇന്നൊക്കെ നമ്മുടെ മക്കളോ സഹോദരിമാരോ പ്രഗ്നൻ്റ് ആയ ഉടനെ നല്ല ഡാക്ടർമാരെ കാണും, നല്ല ചികിത്സകൾ ചെയ്യും. ആ കാലഘട്ടം അങ്ങനെയല്ല. വീട്ടിലാ പ്രസവിക്കുന്ന സൂതുകർമ്മിണികൾ വീടുകളിലുണ്ട്, അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളെടുക്കാൻ. അങ്ങനെ എൻ്റെ മാതാവ് 4-ാമത്തെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സമയം 2 മാരക രോഗം
എൻ്റെ മാതാവിന് പിടിപെട്ടു. ഒന്ന്, ആമേ ബ്ലീഡിങ് എന്ന രോഗം. രണ്ട്, ആസ്മ രോഗം. ഹല്ലേലൂയ. ആസ്മ രോഗം എന്നറിയാമോ? ശ്വാസം വിടാൻ കഴിയാതെ, എഴുന്നേറ്റിരിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ ആമേ ഭാരപ്പെടുന്ന ആമേ പ്രധാനപ്പെട്ട രോഗം ബ്ലീഡിങ് രോഗത്താൽ ഏറെ ഭാരപ്പെട്ടു. ആമേ പ്രൈസ്. മൂന്നാമതായി എൻ്റെ പിതാവ് അടുത്ത് രോഗിയായി മാറി. ശ്രദ്ധിക്കണമേ, ഒരു വ്യക്തിയെ ദൈവം സന്ദർശിച്ചാൽ, ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമെന്ന് കണ്ടാൽ അവനെ വിടിവിക്കുക മാത്രമല്ല, അവനെ ശിക്ഷിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയെ പണിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എൻ്റെ മാതാവ് രോഗിയായി മാറി, പിതാവ് രോഗിയായി മാറി. ഒരു വയറുവേദന വ്യാപരിച്ചു. അമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അമ്മ താൻ ചെയ്യേണ്ട പൂജകളും കർമ്മങ്ങളും താൻ ചെയ്യേണ്ട പല ചികിത്സകളും ചെയ്ത് നോക്കി. തൻ്റെ ശിഷ്യന്മാർ പല സ്ഥലത്തും കൊണ്ടുപോയി. അമ്മ രക്ഷയില്ല. ഉറക്കമില്ലാതായപ്പോൾ എന്നെ കൊണ്ടുപോയി അതേ കോട്ടാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇടയായി. അവർ പല സ്കാനിങ് എക്സ്റേക്ക് എടുത്തു. കുടൽ മൊത്തം പഴുത്തുപോയി. എന്താ കാരണം? പഴുക്കുവാൻ കാരണം നമ്മുടെ സഭയിലെ ദൈവദാസന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരിമാർ ഉപവസിക്കാറുണ്ട്. 7, 10, 21 ദിവസം ഉപവസിക്കുന്ന വ്യക്തികളെ ഞാൻ ഉപവസിക്കുന്ന ആളാണ്. ഉപവസിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് ജീരകമോ മല്ലിയോ കരിങ്ങാലിപ്പട്ടയോ ഇട്ട് വെള്ളം തിളപ്പിച്ചാൽ കുടിക്കുന്നേ. എൻ്റെ പിതാവ് 21, 41 ദിവസമൊക്കെ വ്രതമെടുക്കുമ്പോൾ അമ്മ കാട്ടിനകത്ത് അമ്മ ചാരായം സ്വന്തമായി വാറ്റി തൻ്റെ ശിഷ്യന്മാർ വാറ്റി. അമ്മയെ പ്രൈസ് ദി ലോർഡ്. ഇവിടെ അമ്മ കർമ്മങ്ങൾക്ക് അമ്മ എടുക്കുന്ന മൃഗങ്ങളെ അമ്മലൂയ അമ്മ ബലി പ്രൈസ് ബലി കഴിഞ്ഞ ശേഷം അവനെ ചുട്ട് കഴിച്ച് മദ്യവും കുടിക്കും. അങ്ങനെ കുടിച്ചു കുടൽ പഴുത്തുപോയി. പ്രൈസ് ദി ലോർഡ്. 3 സ്റ്റെപ്പായി വയറ് കീറി കുടൽ മൊത്തം എടുത്തു മാറ്റി. അങ്ങനെ മാതാവിൻ്റെ ചികിത്സ, എൻ്റെ ചികിത്സ, എൻ്റെ പിതാവിൻ്റെ ചികിത്സ മുഖാന്തരം 3 വീടും നഷ്ടപ്പെട്ടു. 3 വീടിരുന്ന ഭൂമിയും നഷ്ടപ്പെട്ടു. ഒരു ദിവസം എൻ്റെ പിതാവ് കിടക്കുമ്പോൾ വീട്ടിനകത്ത് മേടിക്കുന്ന ജമ്മി അമ്മ വീട്ടിനകത്ത് രേഷേരാഫീസറെ കൊണ്ടുവന്ന് ഒപ്പിട്ട് മേടിച്ചു. ഒപ്പിട്ട് മേടിക്കാൻ പിതാവ് ചോദിച്ചു, അല്ലയോ ജമ്മി, 10 ദിവസം കൂടെ ഈ വീട്ടിനകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാമോ? അദ്ദേഹം പറഞ്ഞു 10 ദിവസം കൂടെ കിടന്നു, അതിനപ്പുറം ഒക്കത്തില്ല. 9-ാം ദിവസം ആ ജമ്മി ചില ആൾക്കാരെയും കൊണ്ടുവന്നു. കാളവണ്ടി പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ മാതാവിനെയും പിതാവിനെയും 4 മക്കളെയും ആ കാളവണ്ടിക്കകത്ത് കയറ്റി പായോട് തൂക്കി കാളവണ്ടിക്കകത്ത് കയറ്റി പെക്കൊള്ളാൻ പറഞ്ഞു. കാരണം എൻ്റെ പിതാവ് ജനിച്ച് വളർന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ച് വളർന്ന 8ാമത്തെ വയസ്സുവരെ അവിടെ ജീവിച്ച മനുഷ്യനാ. എൻ്റെ 9 വയസ്സ് ആമെ തികയുന്നതിന് മുമ്പ് ആ ദേശത്തുനിന്ന് അങ്ങനെ ആമെ നാട് വിടേണ്ടി വന്നു. ഞങ്ങളെ നാട് കടത്തുവാനിടയായി. ശ്രദ്ധിക്കണമേ, കന്നുമാമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മാതാവിൻ്റെ സ്വദേശം. 12 മക്കളിൽ 9ാമത്തെ വ്യക്തിയാ എൻ്റെ മാതാവ്. 5 പേര് കെട്ടിക്കാനുണ്ട്. ഇന്നത്തെ കാലഘട്ടമല്ല, അരിയില്ലാത്ത കാലഘട്ടം, അരി കിട്ടാത്ത കാലഘട്ടം, പിടിച്ചു പറിക്കുന്ന കാലഘട്ടം, ജോലിയില്ലാത്ത കാലഘട്ടം, ജോലി ചെയ്ത ശമ്പളമില്ലാത്ത കാലഘട്ടം, ആഹാരത്തിനും വസ്ത്രത്തിനും ദാരിദ്ര്യമുള്ള കാലഘട്ടമായിരുന്നു. ശ്രദ്ധിക്കണമേ, ആ ദിവസം എൻ്റെ പിതാവും മാതാവ് രോഗിയായി കാളവണ്ടിക്കത് കിടക്കുകയാ. എന്നാൽ ആമെ കന്നാമൂട് ചന്തയെടുക്കൽ വരുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ചന്തയല്ല, 500-ലധികം ആയിരക്കണക്കിന് ജനം കൂടുന്ന ചന്തയായിരുന്നു കന്നുമാമൂട് ചന്ത. ആരോ പച്ചക്കറിയോ മീനൊക്കെ മേടിച്ചോണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അമ്മയോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മകൾ സരസ്വതി അമ്മയും ഭർത്താവും മക്കളും കാളവണ്ടിയിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇതറിഞ്ഞ എൻ്റെ അമ്മമ്മ മതിൽ, ഇന്നത്തെ ചുടുകലിൻ്റെ മതിലിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മതിൽ ഓടി വച്ചിട്ടുണ്ട്. തടി കൊണ്ടുണ്ടാക്കിയ കേറ്റ് പിടിച്ചടച്ചു. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ 4 കൊച്ചുമക്കളുള്ള ആ കൊച്ചുമക്കളെ ഇവിടെ വളർത്താൻ സാഹചര്യമില്ല. 1 വീടില്ല, 2 ആഹാരമില്ല. എൻ്റെ മകളും
മരുമകനും മരിച്ചു പോകും ഉറപ്പാ. പക്ഷെ 4 കുഞ്ഞുങ്ങളെ ആരെങ്കിലും ദത്തെടുക്കാൻ വരട്ടെ. അങ്ങനെ ദത്തെടുക്കാൻ വന്നാൽ കൊടുക്കാം. അതുകൊണ്ട് അവർ മതിൽ കേട്ടടച്ചു, ഞങ്ങളെ പുറത്താക്കി. സ്വത്രം ശ്രദ്ധിക്കണമേ. ഇന്ന് കണ്ണാമ്പുവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്കറിയാം, അസ്മ അണ്ടിയാപ്പീസ് എന്ന് പറഞ്ഞ സ്ഥലം അത് കേസിൽ കിടന്ന ഒരു സ്ഥലമായിരുന്നു. അന്ന് ഉടമുള്ളും അപ്പട്ടുമുള്ളും അണലിയും തേളും പാമ്പും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു, ചുടുകാടായിരുന്നു. അവിടെ കാളവണ്ടിയെ കൊണ്ടുവന്ന് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ കാളവണ്ടി കൊണ്ടുവന്നു. ആരും ഏറ്റെടുക്കാനില്ല. അമ്മയുടെ കുടുംബക്കാരോ പപ്പയുടെ കുടുംബക്കാരോ നാട്ടുകാരോ ഏറ്റെടുക്കാനില്ല. കാളവണ്ടിക്കാരൻ മണിക്കൂർ നോക്കിയിട്ട് ആരും ഏറ്റെടുക്കാനില്ലാത്ത ഇദ്ദേഹം തെറി പറയാൻ തുടങ്ങി. നാട്ടുകാർ ചില പിതാക്കന്മാർ ചോദിച്ചെന്താ അങ്ങനെ ഇവർ ഏറ്റെടുക്കുന്നില്ല? ആ രോഗിയായ പിതാവിനെയും മാതാവിനെയും പായോട് തൂക്കി ആ സ്ഥലത്ത് പാമ്പുള്ള തേളുള്ള അണലിയുള്ള ഈ സ്ഥലത്ത് ചുടുകാടിൽ ഇവരെ കിടത്തി 4 മക്കളെയും തൂക്കിയിരുത്തി കാളവണ്ടിക്കാരനെ അയച്ചാർ. ചില പിതാക്കന്മാർ മിരിഞ്ഞ കമ്പ് കൊണ്ട് നിർത്തി പണ്ട് വീട് ഓല കെട്ടിയ ഓല, പടയോല അടുത്ത വർഷം വരെ വീട്ടിന്റെ ബാക്ക് സൈഡ് സൂക്ഷിച്ചിരിക്കും. പടയോല കൊണ്ടുവന്ന് ഒരു ഷെട്ടുണ്ടാക്കി തന്നു ഞങ്ങൾക്ക്. ഹല്ലേലൂയ. എൻ്റെ മാതാവും പിതാവും കിടക്കുന്ന ആ ചുടുകാട്ടിനകത്ത് പ്രൈസ് ലോർഡ് അവൻ 4 മക്കൾക്കും പ്രൈസ് അപ്പനും അമ്മയും ഉറങ്ങാൻ ഒരു ഷെട്ടുണ്ടാക്കിയിട്ട് വന്ന പിതാക്കന്മാർ പോയി. ശ്രദ്ധിക്കണമേ. അങ്ങനെ ചില ദിവസങ്ങൾ ഈ മാതാവ് പിതാക്കന്മാരും ആഹാരം കൊണ്ടുതരും. ഇവിടെ മാതാവും പിതാവും രോഗിയല്ലേ, കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം തരും. പിന്നെ അത് വരാതെയായി. എൻ്റെ 9ാമത്തെ വയസ്സിൽ വിശന്ന് സഹിക്കാൻ കഴിയാതെ, ദാഹിച്ച് സഹിക്കാൻ കഴിയാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ എൻ്റെ മാതാവ് പ്രസവിച്ച 4ാമത്തെ കുഞ്ഞിന് 9 മാസം പ്രായം, 3ാമത്തെ പെൺകുഞ്ഞിന് 3.5 വയസ്സ് പ്രായം. 3.5 വയസ്സ് പ്രായമുള്ള അനുജത്തിയെ ഇടത് തോളിൽ ഇരുത്തും. 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒക്കത്തെടുക്കും. ഇടത് കൈയിൽ പാത്രമെടുത്ത് പിച്ച ചാടിക്കാൻ തുടങ്ങി ഞാൻ. ആഹാരം ഇറക്കാൻ ആഹാരം കേട്ടോ. കണ്ണാമുടില ഞാൻ താമസിക്കുന്നേ. കണ്ണാമുടില ആഹാരം ഇറക്കാൻ തുടങ്ങി. എൻ്റെ 9ാമത്തെ വയസ്സിൽ പാത്രം കൊണ്ട് ആ പട്ടണത്തിൽ ആഹാരം ഇറക്കാൻ തുടങ്ങി. അങ്ങനെ പല ദിവസങ്ങൾ ഇറക്കാൻ ചെല്ലുമ്പോൾ തലേ രാത്രി നല്ല ട്രമ്മടിയും കയ്യടിയും പാട്ടുമൊക്കെ ഉച്ചത്തിൽ കേട്ടു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ചിലവുകൾ കാണും, ആഹാരം കിട്ടും. അതുകൊണ്ട് എൻ്റെ അനുജത്തിമാരെ കൊണ്ടുപോകാതെ ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ തള്ള മിറ്റമടിച്ചോണ്ട് നിൽക്കുകയാ. ഞാൻ വിളിച്ചു, അമ്മച്ചിയേ എന്താ മക്കളെ? കഴിക്കാൻ പഴങ്കഞ്ഞി വേണം. ചൂല് താഴെ ഇട്ടു. താൻ വീട്ടിൽ ചെന്ന് വീടിൻ്റെ ഡോർ തുറന്നു. ബാക്ക് വാതിൽ തുറന്നിട്ട് കയറി വരാൻ പറഞ്ഞു. അടുക്കളയിൽ പഴങ്കഞ്ഞി വിളമ്പിത്തുന്ന തലേ ദിവസം വന്ന സഭയിലെ വിശ്വാസികൾ പവന ആരാധനയായിരുന്നു അവർക്ക്. വന്ന ദൈവമക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത അവൻ്റെ പഴഞ്ചോറുണ്ടായിരുന്നു. സാമ്പാറും അച്ചാറും വിളമ്പിത്തന്നു. കഴിച്ചോടിക ചോദിച്ചു, മക്കളെ നിന്റെ പേരെന്താ? എൻ്റെ പേര് ദേവരാജൻ. വീട്ടിലെ കാരക്കയുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, 3 സഹോദരങ്ങളുണ്ട്. എന്താ നീ ഇരക്കുന്നേ? ഞാൻ പറയും, പപ്പയും അമ്മയും രോഗി, മരണത്തോടെ മല്ലടിക്കുകയാ. അടുത്ത് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? അതെ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാ. ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നേ? ദൈവങ്ങളുടെ പേര് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് സേവിച്ചു വന്ന ദൈവങ്ങളുടെ പേര് പറഞ്ഞു. ആ മാതാ പറഞ്ഞ, മക്കളെ അത് ദൈവമല്ല, പ്രൈസ് ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആരെന്ന് ചോദിച്ചു. സ്തോത്രം. ആ ദൈവത്തിൻ്റെ പേരാ യേശു. എൻ്റെ 9ാമത്തെ വയസ്സിൽ പാത്രമെടുത്ത് ഇരുന്നത് കൊണ്ട് യേശു ആരെന്ന് ഞാൻ കേട്ടോ. ശ്രദ്ധിക്കണം. ഞാൻ ചോദിച്ചു, അമ്മച്ചി ആ യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? എന്തിനാ മക്കളെ? യേശുവിനെ കാണിച്ചു തന്നാൽ, യേശുവിടെ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സവിക്കം കിട്ടും. സവിക്കം കിട്ടിയാൽ ഞങ്ങൾക്ക് ആഹാരം കിട്ടും.
അമ്മയാ ഞങ്ങൾക്ക് ആഹാരം തരുന്നേ. ഈ അമ്മച്ചി ആലോചിച്ചിട്ട് മക്കളെ എന്നോട് കൂടെ വന്നാൽ ഞാൻ യേശുവിനെ കാണിച്ചു തരാം. സ്വത്രം ഇന്ന് രാത്രി യേശുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വേദി വന്നാൽ ഞാൻ യേശുവിനെ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതിരിക്കുന്ന ഏതെങ്കിലും കുടുംബമുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിനകത്ത് വന്നാൽ യേശുവിനെ ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ആ തള്ള പറഞ്ഞ മക്കളെ എന്നോട് കൂടെ വാ, യേശുവിനെ കാണിച്ചു തരാം. ഞാൻ വ്യാഴാഴ്ചയാ ഇത് ചോദിക്കുന്നു കേട്ടോ, ശ്രദ്ധിക്കണമേ. വെള്ളിയാഴ്ച രാവിലെ പ്രൈസ് ദി ലോർഡ് ഈ തള്ള എൻ്റെ വീട്ടിലേക്ക് വന്നു. വെള്ളിയാഴ്ച രാവിലെ എൻ്റെ വീട്ടിലേക്ക് വീട് തിരക്കി വന്നു. വരുമ്പോൾ എൻ്റെ അമ്മ കിടക്കുകയാ. ബ്ലീഡിങ് രോഗമുള്ള സ്ത്രീകളെ നിങ്ങൾക്കറിയാം, അമ്മമാരെ അറിയാം. എൻ്റെ പിതാവ് വയർ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാ. മെഡിസനിൽ മാത്രം കിടക്കുകയാ. കട്ടിലില്ല, മെത്തയില്ല, പായില്ല, തറയിൽ ഓലയിൽ കിടക്കുകയാ. സ്വത്രം. ഈ തള്ള വെള്ളിയാഴ്ച രാവിലെ വന്ന് എൻ്റെ അമ്മയെ നോക്കി കണ്ടിട്ട് വീട്ടിൽ ചെന്നു. ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കി വെള്ളമെടുത്തു. ഒരു കവറിൽ സഞ്ചിക്കകത്ത്, തുണി സഞ്ചിക്കകത്ത് 7-8 വസ്ത്രം കൊടുത്ത് ഈ മാതാവ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. സഹോദരിമാരെ, മാതാക്കന്മാരെ, ദൈവദാസന്മാരെ, ഇതാ യേശുവിൻ്റെ ശുശ്രൂഷ. സ്വത്രം. ആ പെന്തക്കോസിലെ മാതാവ്, യേശുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ മാതാവ്, ആദ്യം യേശുവിൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മാതാവ് ചെയ്തു. എൻ്റെ അമ്മയുടെ പഴയ അഴുക്കായ വസ്ത്രം, നാറുന്ന വസ്ത്രം മാറ്റി കൊണ്ടുവന്ന വെള്ളം കൊണ്ട് പുറം തുടച്ചു. ആ മാതാവിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു കേട്ടോ. വേദി ഒരുക്കിയാൽ പ്രസംഗിക്കാം. ഇതുപോലത്തെ ദൈവദാസന്മാർ വേദി ഒരുക്കാൻ, പ്രസംഗിക്കാൻ, പ്രവചിക്കാൻ, ചാടാം. പ്രവൃത്തിയാ ജീവിതം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പ്രവൃത്തിയാണ് ജനത്തിനാവശ്യം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗം മനുഷ്യനെ കൊല്ലുമ്പോ, വാക്കുകൾ മനുഷ്യനെ തകർക്കുമ്പോ, യേശുവിൻ്റെ പ്രവൃത്തി ജീവിതങ്ങളെ വിടിവിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ. ആ തള്ള എൻ്റെ മാതാവിൻ്റെ വസ്ത്രം മാറ്റി എൻ്റെ പിതാവ് കിടക്കുന്നതെന്ന് ചോദിക്കുക, മക്കളെ അമ്മ എന്തിനാ ഒരുക്കുന്ന? പപ്പയ്ക്ക് സംശയം, അമ്മ മരിച്ചാട്ട പോയോ? എന്തിനാ മക്കളെ അമ്മയെ ഒരുക്കുന്നേ? ഞാൻ പറഞ്ഞു, പപ്പ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. എനിക്ക് പറയാൻ ദൈവം ബുദ്ധിയാ. വെള്ളിയാഴ്ചയാ. ഈ തള്ളക്കുളി അമ്മ തുടച്ച് ബാക്കിൻ്റെ വീട്ടിൽ ചെന്നു. ഒരു ബൈബിളുമായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവിനെ കാണിക്കണം, എൻ്റെ അമ്മയ്ക്ക് സഭയ്ക്കാൻ കൊടുക്കാൻ. അങ്ങനെ ഈ മാതാവ് വീട്ടിനകത്ത് വന്ന് എൻ്റെ അമ്മയെ പൊക്കി നിർത്തുമ്പോൾ നിക്കത്തിലെ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ തോളിൽ ഒരു കൈ, ആ വന്ന തള്ളയുടെ തോളിൽ ഒരു കൈ. എൻ്റെ അമ്മയെ തൂക്കി കാക്കോട്ട് കൊണ്ടുപോകലെ ഷെട്ടിൽ നിന്ന് പുറത്തിറക്കി. പപ്പ ചോദിച്ച, മക്കൾ എവിടെയാ പോകുന്നേ? ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ പതുക്കെ പോയിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ അമ്മയെ ഒരു ചർച്ചിൽ കൊണ്ടുപോകുന്നതിന് 3 സ്ഥലത്ത് തറയിൽ കിടത്തി. ഞങ്ങൾ ക്ഷീണിച്ചു പോയി. തറയിൽ കിടത്തി കൊണ്ടുപോയി. ഒരു പെന്തക്കോസ് ചർച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ആദ്യമായിട്ടാ. പാസ്റ്റർമാർ ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസി ആരെന്ന് എനിക്കറിയത്തില്ല. വിശ്വാസി എന്നറിയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ തള്ളയെ കണ്ടാൽ ഞാൻ വിശ്വാസി എന്നറിയുന്നേ. ശ്രദ്ധിക്കണമേ. അവിടെ ചെല്ലുമ്പോൾ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ആ ചാണാൻ മെഴുകിയ തറയ്ക്കകത്ത് മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ ഞാൻ കണ്ടു. സ്വത്രം. എൻ്റെ മാതാവിനെ ഏറ്റവും ബാക്കിൽ കിടത്തിയിട്ട് 2 കാലും ഞാൻ നീട്ടിയിട്ട് അമ്മയുടെ തലയെടുത്ത് കാൽ തുടയിൽ വച്ചിട്ട് ഞാൻ ഇരിക്കുക യേശുവിനെ കാണാൻ. അവിടുത്തെ പുൽപ്പിറ്റ് മേശയല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചുവര, പ്രൈസൽ മെത്താണമാ. അവൻ്റെ മറു സൈഡിൽ പാസ്റ്റ് ഇരുന്ന് ഞാൻ കണ്ടില്ല. അവൻ്റെ 12 മണിയാകുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റു. വെള്ളമുണ്ട്, വെള്ള ജൂവ, നരച്ച മുടിയായ ഈ മനുഷ്യൻ എഴുന്നേറ്റുന്നപ്പോൾ എനിക്ക് തോന്നി, ഇതായിരിക്കാം യേശു. ഞാൻ കൈയടിച്ച് വിളിച്ച്, അമ്മച്ചി ഇതാണോ യേശു? ഇല്ല മക്കളെ, ഇത് പാസ്റ്റ. യേശുവിനെ പിന്നെ കാണിച്ചു തരാം. ഹല്ലേലൂയ. ആ ദൈവദാസൻ 12 മണി കഴിഞ്ഞപ്പോൾ
ആ ഉപവാസ പ്രാർത്ഥന നിർത്തിയിട്ട് പറഞ്ഞു, ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശ്വാസിയാണെങ്കിൽ ഓടിക്കളയും, പാല് കറക്കും, ചേട്ടൻ വരും ചോറ് കൊടുക്കണം, ഹല്ലേലൂയ, കുഞ്ഞിന് ചോറ് കൊണ്ട് കൊടുക്കണം, ഓടിക്കളയും കേട്ടോ. അന്നത്തെ വിശ്വാസി ആരും ഓടിയില്ല. അന്നത്തെ വിശ്വാസികളെല്ലാം മുഴങ്കാലും മടക്കി. ആ പാസ്റ്റമ്മയും എൻ്റെ അമ്മയെ കൊണ്ടുപോയ മാതാവും കൂടെ എൻ്റെ അമ്മയെ തൂക്കി ആലയത്തിൻ്റെ സെൻട്രിൽ കൊണ്ട് കിടത്തി, ഹല്ലേലൂയ. ഇവിടെ ദൈവദാസൻ, ഇവിടെ ദൈവദാസി, രണ്ടുപേരും മുഴങ്കാലും മടക്കി. ഞാൻ വന്നത് യേശുവിനെ കാണാൻ വന്നതാ. സ്വത്തര ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ പതുക്കെ ഇടത് കൈ തറയിൽ കുത്തി പതുക്കെ എഴുന്നേറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇടത് കൈ തറയിൽ കുത്തി എഴുന്നേറ്റിരുന്നിട്ട് വെള്ളം ചോദിച്ചു. വെള്ളം. പാസ്റ്റമ്മ ഓടിച്ചെന്ന് അടുക്കളയിൽ ചെന്ന് പണ്ടത്തെ മരവിച്ചട്ടി ഉണ്ടല്ലോ, മരവിച്ചട്ടി, ഇതിനകത്ത് കഞ്ഞി വടിച്ചു വെച്ച വെള്ളം കൊണ്ട് മാതാവിൻ്റെ വായ് ചുണ്ടത്ത് വെച്ചു കൊടുത്തു. അവ കന്നുകാലി കുടിക്കുന്നത് പോലെ യവൻ്റെ മരവിച്ചട്ടി വെള്ളം കുടിച്ച്. ഞാൻ ചിന്തിച്ചു, എൻ്റെ അമ്മ മരിക്കാൻ പോകുകയാണോ? വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല, ആഹാരം കഴിക്കാൻ ഒക്കത്തില്ല, ശ്വാസം വിട്ടില്ല, രോഗം, ആസ്മയ രോഗം. കുടിച്ച് തീർന്ന ദൈവദാസൻ എഴുന്നേറ്റ് എൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് അവ രോഗാത്മാവിനെ ശാസിച്ചു. 21 ഇരിക്കാൻ പറഞ്ഞില്ല. 3 ദിവസം പ്രാർത്ഥിച്ചാല് ബന്ധനം അഴിയെന്ന് പറഞ്ഞില്ല. ദൈവദാസൻ തലയിൽ കൈവച്ച് ശാസിച്ചപ്പോ രോഗാത്മാവ് വിട്ടുമാറി. എൻ്റെ അമ്മ ഇരുന്ന സ്ഥലത്ത് ചാടി എഴുന്നേറ്റ ഉടനെ ആ ദൈവദാസിയും കൊണ്ടുപോയ മാതാവും കൂടെ പുറത്തു കൊണ്ടുപോയി ബോഡി പരിശോധിക്കുമ്പോൾ ബ്ലീഡിംഗ് രോഗം അന്ന് സ്പോട്ടിൽ ശാന്തമായി. ആസ്മ രോഗം ആ സ്പോട്ടിൽ സൗഖ്യമായി. ശ്രദ്ധിക്കണമേ, ഇന്നത്തെ പോലെ വീഡിയോ പിടിക്കാനോ മൈക്കും കൊണ്ട് ദൈവദാസന്മാർ ചോദിക്കാനോ ആരുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കറിയാം ആരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. എന്നിട്ട് പാസ്റ്ററിനടുത്ത് കാര്യം ചോദിച്ചോണ്ടിരിക്കുക. പാസ്റ്റർ അപ്പച്ചനാ ചോദിച്ചോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ചാടി ഇറങ്ങി ഓടുകയാ. ഞാൻ പുറകെ ഓടി. അമ്മ നിൽക്ക്, ഇടാ നിനക്ക് പറയാം, ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് 9 മാസമായി. കുഞ്ഞിനെടുത്തിട്ടില്ല, മുഖം കണ്ടിട്ടില്ല, മുലപ്പാല് കൊടുത്തിട്ടില്ല. എൻ്റെ അമ്മ ഓടി ചെന്ന് ഷെട്ടിനകത്ത് ചാടിക്കേറി. സ്വത്രം. യേശുവിനെ കാണാൻ വന്ന ഞാൻ യേശുവിൻ്റെ അത്ഭുതം ഞാൻ കണ്ടു കേട്ടോ. ഇന്ന് രാത്രി രോഗത്തോടെ വന്ന ദൈവമൈതലേ, ക്യാൻസർ ആയിരിക്കാം, എയ്ഡ്സ് രോഗമായിരിക്കാം, കുഷ്ഠരോഗിയായിരിക്കാം, നിന്നെ വിടിവിക്കുന്ന യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡാക്ടർ പറഞ്ഞു കാണും നീ മരിച്ചു പോകും, ഡാക്ടർ പറഞ്ഞു കാണും നീ ജീവിക്കത്തില്ല, നിന്നെ ജീവിപ്പിക്കുന്ന വചനത്തിനകത്ത് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഭയ്ക്കകത്ത് കാഞ്ഞിരംകുളം ഉദയ സവൻസിന്റെ മൈക്ക് സെറ്റിന്റെ ഓപ്പറേറ്റർ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി നായര കുഷ്ഠരോഗിയായി, വലത് കാൽ പഴുത്ത് ചീഞ്ഞ് പുഴു ഇറങ്ങിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ കർത്താവ് അയച്ചു. എൻ്റെ ദൈവം അവനെ വിടുവിച്ചു. ഇന്ന് രാത്രി എൻ്റെ സഭയിലെ വിശ്വാസിയ കാഞ്ഞിരംകുളം ഉദയ സവൻസിലെ പ്രൊപ്പറേറ്റർ ഹല്ലേലൂയ സുകുമാരൻ നായർ, അദ്ദേഹം എൻ്റെ സഭയുടെ വിശ്വാസിയ. ലോകം, വ്യക്തികൾ, ഡാക്ടർമാർ പറഞ്ഞു കുഷ്ഠരോഗി. ദൈവം തൻ്റെ കുഷ്ഠം മാറ്റിയ ദൈവമാ എന്നെ വിടുവിച്ചേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ആ മാതാവും എൻ്റെ വീട്ടിലെ ഓടി വരുമ്പോൾ എൻ്റെ പിതാവ് തലപൊക്കി നോക്കി. മക്കളെ ഇത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് എങ്ങനെ സഭയ്ക്കാൻ കിട്ടി? എടുത്തോണ്ടല്ലേ പോയി? അതെ. എങ്ങനെ അമ്മ നടന്നു വന്നേ? എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന വാക്ക് ഞാൻ പറയും, പപ്പ അവിടുത്തെ ഡാക്ടർ സൂപ്പർ ഡാക്ടറാ കേട്ടോ. ചിലപ്പോ പോലും കാണത്തില്ല, ചാണാൻ മുഴുകിയ തറയായിരിക്കാം. ഒരു പാസ്റ്റർ ഭാര്യ 2 വിശ്വാസിയായിരിക്കാം. ആ പാസ്റ്റർ നോക്കണ്ട, പാസ്റ്റർ ഭാര്യ നോക്കണ്ട,
ആ ചർച്ചിന്റെ വലിപ്പം നോക്കണ്ട, അതിനകത്ത് ഇറങ്ങി വരുന്ന മഹത്വമായ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. നിങ്ങൾ വെടിപ്പാൻ യേശു മതിയായവൻ. ശ്രദ്ധിക്കണമേ, എൻ്റെ പിതാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്രയും പെട്ടെന്ന് സഭിക്കുമായെന്ന്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും എൻ്റെ മാതാവ് ഞാനുമായിട്ട് പോകും. എവിടെയാ പോകുന്നേ? ആശുപത്രി പോകുന്ന പറഞ്ഞിട്ടാ പോകുന്നത്. എവിടെയാ പോകുന്നേ? പെയ്ത്തോമിൽ. കേട്ടോ, പാട്ടുപുസ്തകമില്ല, ബൈബിളില്ല, വസ്ത്രമില്ല, എനിക്ക് കാക്കിയുടെ ഒരു നിക്കർ മാത്രം. പ്രൈസലോ, 9 വയസ്സ് പ്രായം കഴിഞ്ഞു. 9 വയസ്സ് തികയാറായതേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ മാതാവും ഞാനും അങ്ങനെ പോകും. 3 മാസമായപ്പോൾ എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടു. എന്താ മാനസാന്തരം? വെള്ളയല്ല മാനസാന്തരം, ക്ലീൻ ഷേവല്ല മാനസാന്തരം, കമ്മലും മാലയും മാറ്റുന്നല്ല മാനസാന്തരം. മനസ്സ് മാറണം, അതാ മാനസാന്തരം. നിന്റെ മനസ്സ് മാറണം, പാപത്തിന്റെ ചിന്ത മാറണം, കൊലപാതകത്തിന്റെ ചിന്ത മാറണം, വ്യഭിചാരത്തിന്റെ ചിന്ത മാറണം, അതാ മാനസാന്തരം. സ്വോത്രം. വെള്ളയും ധരിച്ചിട്ട് അടുത്തവന് വിരുദ്ധമായി രേഖ കൊണ്ടാക്കി പ്രസംഗിക്കുന്നതല്ല മാനസാന്തരം. അടുത്ത സഭയെ കുറ്റം പറയുന്നതല്ല മാനസാന്തരം. സ്വോത്രം. ഒരു മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ഇടറിപ്പോയാൽ, നല്ല മാനസാന്തരപ്പെട്ട വ്യക്തി ആ വ്യക്തിയെ താങ്ങണം, അതാ മാനസാന്തരപ്പെട്ടവൻ. സ്വോത്രം. എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടപ്പോ എൻ്റെ അമ്മയ്ക്ക് ആദ്യം വെളിപ്പെട്ടത് കരച്ചില. എന്തിനാ കരയുന്നേ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചും ബോധം വന്നു. അത് വന്നാൽ മാനസാന്തരപ്പെട്ടു എന്നാ. മുഴ മാറിയതുകൊണ്ട് മാനസാന്തരം വരത്തില്ല. ക്യാൻസർ മാറിയുണ്ട് മാനസാന്തരം വരത്തില്ല. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് മാനസാന്തരം വരത്തില്ല. കേട്ടോ, എനിക്ക് മാനസാന്തരം വന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, 8ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ്, എനിക്ക് മാനസാന്തരം വന്നില്ല. എപ്പോഴാ മാനസാന്തരം വന്നത്? ഞാൻ പറയാം. സ്വോത്രം. എൻ്റെ അമ്മ 3 മാസം ചർച്ചയിൽ പോയപ്പോൾ മാനസാന്തരപ്പെട്ടു. എൻ്റെ പപ്പയ്ക്ക് ഗുളിയൊക്കെ കൊടുത്ത് ഉറക്കും. ഗുളികയുടെ ഡോസ് തീരുമ്പോൾ ഓർമ്മ വരും. എൻ്റെ മാതാവിൻ്റെ കണ്ണുവീരും വേദനയാ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരമില്ല, കിടക്കാൻ പായില്ല, സ്വന്തമായിട്ട് ഭൂമിയില്ല. അടുത്ത ഒരു ജമ്മിയുടെ ഭൂമിയിലാ ഇവിടെ കിടക്കുന്ന കേസായ ഭൂമി. ഹല്ലേലൂയ. സത്യങ്ങൾ. എൻ്റെ അമ്മ രാത്രി കരയാൻ തുടങ്ങി. രാത്രി 10, 11 മണി, 1 മണിക്കൊക്കെ എൻ്റെ അമ്മ മുഴങ്കാല് മടക്കി കരയും. എൻ്റെ പിതാവിൻ്റെ ഈ ഗുളികയുടെ ഡോസ് കഴിഞ്ഞപ്പോൾ ഓർമ്മ വീണു. എൻ്റെ മാതാവിൻ്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. എന്തിനെ കരയുന്നു എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കറിയത്തില്ലല്ലോ. പിറ്റേ ദിവസം എല്ലാ വീടുകളിലും ചെന്ന് ആഹാരം മേടിക്കും. ചില വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി ചക്ക പുഴുങ്ങിയതായിരിക്കും, ചക്കയെ പുഴുങ്ങിയതായിരിക്കാം, അതിൻ്റെ ബാക്കി തരും. ചില വീട്ടിൽ ഉണക്ക മരിച്ചിന് പുഴുങ്ങിയതായിരിക്കാം, അതിൻ്റെ ബാക്കി തരും. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഗോതമ്പ് ചോറായിരിക്കാം, അത് തരും. എല്ലാം കൂടെ കൊണ്ടുവന്ന് എൻ്റെ അമ്മ പാത്രത്തിൽ മിസ് ചെയ്ത 3 മക്കൾക്ക് വിളമ്പിത്തരും. 4 മക്കളാ. ഒന്ന് കഴിക്കാൻ പ്രായമായില്ല. എൻ്റെ അമ്മയും വിളമ്പി കഴിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തറി കഴിച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ ചോദിച്ചോടി, ഇന്നലെ എന്തിനാ നീ കരഞ്ഞ രാത്രി? എൻ്റെ അമ്മ പറഞ്ഞ, ഇന്നലെ അല്ലല്ലോ, വർഷങ്ങളായില്ലേ കരയാൻ തുടങ്ങിയിട്ട്. എൻ്റെ പപ്പ ചോദിച്ച, അങ്ങനെയല്ല, ഇന്നലത്തെ കരച്ചിലിന് പ്രത്യേകതയുണ്ട്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. നീ ആരോടാ പ്രാർത്ഥിച്ചേ? ദൈവത്തോടാ പ്രാർത്ഥിച്ചേ. അടുത്ത് ചോദിച്ചു, ഏത് ദൈവത്തോടാ പ്രാർത്ഥിച്ചേ? എൻ്റെ അമ്മ പറഞ്ഞു, യേശു എന്ന ദൈവത്തോടാ പ്രാർത്ഥിച്ചേ. യേശു എന്ന് കേട്ടപ്പോ ഇതുപോലത്തെ ചരലും മണ്ണ്, ഇതിനേക്കാളും ചരലുള്ള സ്ഥലമാ. ഒരു പിടി മണ്ണ് കിടന്ന സ്ഥലത്ത് വാരി എൻ്റെ അമ്മയുടെ വായ്ക്കകത്തോട്ട് എറിഞ്ഞു. യേശുവെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയുടെ കണ്ണിലും മുഖത്തിലും വായ്ക്കകത്തും ഞങ്ങളുടെ 4 വട പഴങ്കഞ്ഞിക്കകത്തും ഈ മണ്ണ് വീണു. അമ്മ പുറത്തിറങ്ങി
കിണറൊന്നുമില്ല. ദൂരത്തുനിന്ന് വെള്ളം കുടത്തിൽ മൺകുടത്തിൽ കൊണ്ടുവയ്ക്കുന്ന വെള്ളമെടുത്ത് മുഖം കഴുകി. എന്നിട്ട് ഈ കല്ലും മണ്ണും കഞ്ഞി കിടക്കുന്ന ഞങ്ങളുടെ പഴങ്കഞ്ഞി വീണ കല്ലും മണ്ണും പറക്കിയിട്ട് പറഞ്ഞു, മക്കളെ കഴിച്ചോ, യേശുവപ്പൻ തന്നതാ, ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, മക്കൾ കഴിക്കാൻ പറഞ്ഞു. ആ കല്ലും മണ്ണും വാരി 3 മക്കളും അമ്മയും കഴിച്ചു കേട്ടോ. ഇന്നത്തെ സഹോദരിമാരാണെങ്കിൽ ആ മനുഷ്യനെ ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ തൂക്കിയിടത്തില്ലേ? അല്ലേ? സ്വന്തം ഭർത്താവിനെ കഴുത്തൊറുത്തു കൊല്ലുന്ന കാലഘട്ടം, കാമുകന് വേണ്ടി ചിരവയടിച്ച് തലയൊട്ടിക്കുന്ന കാലഘട്ടമല്ലേ? എന്റെ മാതാവ് മാനസാന്തരപ്പെട്ടത് കൊണ്ട് സ്വോത്രമല്ലാതെ ഒരു വാക്കും പറഞ്ഞില്ല കേട്ടോ. അന്ന് വരെ രഹസ്യമായി പ്രാർത്ഥിച്ച മാതാവ് പറഞ്ഞു, അവൻ ഒരു ആശുപത്രിയിൽ പോയി സൗഖ്യമായതല്ല, ഇന്ന പള്ളിപ്പരയിൽ പോയി ആ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. രഹസ്യമായി പോയ ഞങ്ങൾ പിറ്റേ ദിവസം 4 മക്കളും അമ്മയുമായിട്ട് ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. 3 മാസമായപ്പോൾ അമ്മ മാനസാന്തരപ്പെട്ടു. അടുത്ത 3 മാസമായപ്പോൾ അമ്മ കർത്താവിൻ്റെ വചനം സ്നാനപ്പെടാൻ എൻ്റെ അമ്മ ഒരുങ്ങി കേട്ടോ. എൻ്റെ അമ്മ സഭയിൽ പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാൻ പോകുകയാ. 4 പേര് പേര് കൊടുക്കുന്ന ലിസ്റ്റിൽ എൻ്റെ അമ്മ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോണ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. സ്വത്രം. സ്നാനം സഭയുടെ കൽപ്പനയല്ല, സ്നാനം സഭയുടെ നിയമമല്ല, സ്വർഗത്തിലെ നിയമമാണ്. സ്വത്രം. അത് പുരോഹിതനായാലും ബിഷപ്പായാലും തിരുമേനിയായാലും അച്ഛനായാലും കൊച്ചനായാലും ദൈവകൽപ്പന അനുസരിക്കാത്ത ഒരുവനും നിത്യരാജ്യം കിടക്കത്തില്ല. സ്വത്രം. എൻ്റെ അമ്മ സ്നാനപ്പെടാൻ പേര് കൊടുത്തു. സഭയിൽ വെള്ളി, ശനി, ഞായർ ഉപവാസം, ഞായറാഴ്ച തിരുമേശ സ്നാനം, തിരുമേശയോടെ യോഗം അവസാനിക്കും. എൻ്റെ മാതാവ് 2 ദിവസം പുൽവാസത്തോടെ 3-ാം ദിവസം സ്നാനമാണ്. 2-ാം ദിവസം പകൽ ഉപവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. 4 മണിക്ക് സ്നാന ക്ലാസ് ഉണ്ട്. പപ്പയുടെ മുമ്പ് 2 കൈവപ്പി പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോകുകയാ. അവിടെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ കെട്ടിയ താലി അഴിച്ചു തരണം. ഓഹോ, നീ പോകുന്നത് താലി കർത്ത വേദത്തിലാണോ? എൻ്റെ പപ്പയ്ക്ക് ദേഷ്യമുണ്ടായി. എൻ്റെ അമ്മ പറഞ്ഞു, അതെ, നാളെ ഞാൻ സ്നാനപ്പെടാൻ പോകും. എന്താ സ്നാനം? എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടാൻ പോകുകയാ. എൻ്റെ പപ്പ പറഞ്ഞു, നീ താലി കർത്താൻ വേദത്തിൽ ചെന്നാൽ നിന്നെയും കൊല്ലും, 4 മക്കളെയും കൊന്ന് ഞാനും മരിക്കുമെന്ന് എൻ്റെ അമ്മയോട് പറയുമ്പോൾ എൻ്റെ അമ്മ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. ഇതുപോലെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പതുക്കെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഈ ഓല വീണ് കിട്ടിയ ഓല ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഈക്ക് കീറും. ഓല കളഞ്ഞിട്ട് അവൻ്റെ ഗീർക്കല് കൊണ്ട് വിൽക്കും. 50 പൈസ 1 രൂപയ്ക്ക് വിറ്റ് തേയിലപ്പൊടിയും പഞ്ചസാരയും മേടിക്കും. പണ്ട് ഒരു കത്തി ഉണ്ടായിരുന്നു, ബാക്കിൽ അമ്മ ഷെട്ടിൻ്റെ സൈഡിൽ ചൊരി വെച്ചിരുന്നു. അമ്മയെ പുറത്തു കൊണ്ടുവന്ന് ആ കത്തി കൊണ്ട് അമ്മ എൻ്റെ പിതാവ് കെട്ടിയ താലി, മഞ്ഞ ചരടിൽ ഏലസ് പൂജിച്ച് കെട്ടിയ താലി അറുത്ത് എടുത്ത് ഉടമ്പിടം ഉള്ളിൽ എറിഞ്ഞു. ഞാൻ പ്രൈസലോ എറിഞ്ഞിട്ട് എൻ്റെ അമ്മയെ പിടിച്ചുകൂട്ടി ചർച്ചിലേക്ക് കൊണ്ട് അമ്മ ചർച്ച് വരെ ഞാൻ പറഞ്ഞു, അമ്മ ഞാനില്ലേ, കരയണ്ട. ഹല്ലേലൂയ. ഞായറാഴ്ച രാവിലെ ഉടുത്തിരിക്കുന്ന തുണിയോടെ വെള്ളത്തിലിറങ്ങി മുങ്ങി അതേ തുണിയോടെ ചർച്ചിനകത്തിരുന്നു. സ്വോത്രം. ഇത് നമ്മൾ സ്നാനപ്പെടാൻ പോകുന്ന 1 മാസത്തിന് മുമ്പ് ചുടുതാറാകട്ടെ, സാരിയാകട്ടെ, മിടിയാകട്ടെ, ടോപ്പാകട്ടെ എല്ലാം മേടിച്ച് സെറ്റാക്കി വെക്കും. ചെരുപ്പ് വേറെ, ആമേലൂയ, ഷാള് വേറെ. പക്ഷേ ആ ഉടുത്തിരുന്ന തുണിയോടെ എൻ്റെ മാതാവ് വെള്ളത്തിലിറങ്ങി മുങ്ങി അതേ തുണിയോടെ ആ ചാണാൻ മെഴുകിയ തറയിൽ വന്ന് മുഴങ്കാലും മടക്കി. സ്വത്രം. ശ്രദ്ധിക്കണമേ, എൻ്റെ മാതാവ് സ്നാനപ്പടി ചർച്ചയിൽ കയറി ഞാൻ വീട്ടിലേക്ക് വന്നു. എല്ലാ വീടുകളിൽ ചെന്ന് ഉച്ചയ്ക്ക് ആഹാരം മേടിച്ചു. ഇളയ സഹോദരങ്ങൾക്കും കൊടുത്ത് ആഹാരവും കഴിച്ചു. അവ പ്രൈസലോട് പിതാവ് ചോദിച്ചു, അമ്മ വന്നില്ല മക്കളെ? വന്നില്ല. ഇദ്ദേഹം 5 മണി 6 മണിയാകുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ കീറി, ഇങ്ങനെ ഒരു കീറൽ, ഇങ്ങനെയും ഇങ്ങനെ 3 കീറല 3 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് മൊത്തം കൊണ്ടെടുത്തതാ. 2 വർഷം ജീവിച്ചിരിക്കും. അടുത്തൊരു ഓപ്പറേഷൻ ചെയ്യാൻ ഇതിന് ആരോഗ്യമില്ല. റബ്ബറിന്റെ ട്യൂബായിട്ടേക്കുന്നേ. 2 വർഷം ഗ്യാരണ്ടി. 2 വർഷം കഴിഞ്ഞാൽ മരിക്കും ഇദ്ദേഹം. ആ ഷെട്ടിന്റെ സൈഡിൽ നിർത്തിയിരുന്ന
ഒരു കൊന്നക്കമ്പ് ഒടിച്ചുകൊണ്ട് ഇടിച്ചൂന്നി ഇദ്ദേഹം നടന്നു. ഞാൻ ചിന്തിച്ചു, ചർച്ചിൽ പോകുകയായിരിക്കും എൻ്റെ അമ്മയെ അടിക്കാൻ. ഞാൻ പുറത്തിറങ്ങി നോക്കി, അല്ല, ചർച്ചിലല്ല, നേരെ കന്നാമൂടിലേക്ക് വന്നു. താൻ കരം നീട്ടി കാശുകൾ മേടിച്ചു കേട്ടോ, കൈ നീട്ടി പല വ്യക്തിയിൽ നിന്ന് കാശ് മേടിച്ചു. ഇദ്ദേഹം പോയി ശരിക്കും മദ്യപിച്ചു. എന്നിട്ട് ആലി ചെന്ന് മനോഹരമായി തൊട്ടാൽ മുറിയുന്ന തേച്ചു മിനുക്കിയ ഒരു കത്തി മേടിച്ചു. വളക്കടയിൽ ചെന്ന് നല്ല കരിച്ചക്കുളിയ മേടിച്ചു. ഇദ്ദേഹത്തിന് എല്ലാം അറിയാം, പണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാ. ആമെ കരിച്ചക്കുളിയ മേടിച്ചു. 50 പൈസ കൊടുത്താൽ മീൻപാള കിട്ടും. മീൻപാള നിങ്ങൾക്കറിയാമല്ല, പാള. ഈ പാളയ്ക്കകത്ത് കത്തിയും വിഷമരുന്നും വെച്ച് വലത് കയ്യിൽ വടിയും ഇടത് കയ്യിൽ പാളയും. ആര് കണ്ടാൽ പറയും, ഇതൊക്കെ മീൻ മേടിച്ചോണ്ട് പോവാം. മീനല്ല കേട്ടോ, മക്കളെയും ഭാര്യയും കൊല്ലാൻ കത്തിയും തനിക്ക് മരിക്കാൻ വിഷവും. പ്രൈസ് ദി ലോർഡ്. 6:30 മണിയാകുമ്പോൾ സന്ധ്യയെടുക്ക സമയമാണ്. എൻ്റെ പപ്പ ഞങ്ങളുടെ ഷെട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ചണച്ചാക്ക, ഈ ഉള്ളിച്ചാക്ക ഞങ്ങളുടെ ഷെട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കുന്നേ. ഒറ്റ വാവല, ഒറ്റ റൂമ. പ്രൈസ് ഷെട്ടാണ്. ഹല്ലേലൂയ. നാട്ടുകാർ കെട്ടിത്തന്ന പഴയോലയാ, കിടക്കുന്നത് പലയോലയാ. ഈ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ഉള്ളിച്ചാക്ക, ഒരു ചാക്ക് 2 മുറിച്ചിട്ടക്കിയ, കീറിയിട്ടക്കിയ. ഈ ഉള്ളിച്ചാക്ക് നടയിൽ വന്നിട്ട് എടുത്തിട്ട് നടയുടെ ക്രോസ് ആയിട്ടു. കാരണം എൻ്റെ പപ്പയ്ക്കറിയാം, അമ്മ ചവിട്ടിയിട്ട് അകത്ത് കയറത്തില്ല. പുറത്തു വന്നിട്ട് എൻ്റെ അമ്മയെ വിളിക്കും, പപ്പയെ വിളിക്കും. അമ്മ വിളിക്കുമ്പോൾ പപ്പ പുറത്തു വെച്ച് അമ്മയെ കൊല്ലണം, എന്നിട്ട് അകത്തുറങ്ങിക്കിടക്കുന്ന 4 മക്കളെയും കൊല്ലണം. അമ്മയെ പ്രൈസ് എന്നിട്ട് എൻ്റെ പിതാവിനെ ആത്മഹത്യ ചെയ്യണം. ഇതായിരുന്നു ലക്ഷ്യം എനിക്ക്. പ്രൈസ് സന്ധ്യയായപ്പോൾ പപ്പ വന്നു, കത്തിയെടുത്തു. ആമെ പാലക്കകത്തും തറയിൽ വെച്ചു. ചാക്ക് വിരിച്ചു കിടക്കുകയാ. വെള്ളം ചോദിച്ചു, വെള്ളം കൊണ്ടു കൊടുത്തു. തലയ്ക്ക് മറ്റ് വെച്ചിട്ടോ ഈ വാതിലിന് ക്രോസ് കിടക്കുക. അപ്പോൾ ഞാൻ കണ്ടു, കത്തി കണ്ടു. മറ്റു കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. 3 കുഞ്ഞുങ്ങൾ പാവം, അവരറിയത്തില്ല. മക്കളെ വിളിച്ചു. എന്ത് പപ്പ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടോ? ഉണ്ട്. കൊടുത്ത് നീ കഴിച്ച് ഉറങ്ങാൻ പറഞ്ഞു. അവസാന ഉറക്കം എനിക്ക് മനസ്സിലായി. എൻ്റെ അവസാന ഉറക്കം 9 വയസ്സ് പ്രൈസല്ലോ തീർന്ന് 10ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുക. 9 വയസ്സ് തികയാൻ പോകുക. ശ്രദ്ധിക്കണേ. അമ്മ 3 കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തു. 2 അനുജത്തിമാർ, 1 അനുജൻ. 3 പേർക്ക് ആഹാരം കൊടുത്തു, കഴിച്ചു. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉറങ്ങി. തറയിൽ ചാച്ചൻ കിടത്തി. കട്ടിലില്ല, മെത്തയില്ല, പായില്ല, തറയിൽ തന്നെ പിടിച്ചങ്ങ് കിടത്തി. അമ്മ വാ കഴി തുടച്ചു കൊടുത്തു. പ്രൈസല്ലോ. ഞാൻ കഴിച്ചില്ല, കാരണം പേടിച്ചിട്ട് മരിക്കും. പേടിയുണ്ട്, ഞാൻ കഴിച്ചില്ല. അമ്മ 9 മണിയായപ്പോൾ ദൂരത്തുനിന്ന് വെളിച്ചം കാണാം. പഴയോല ആ സൈഡിൽ കെട്ടിയിരുന്ന ചുവരല്ല, വെളിച്ചം കാണാം. ഈ തുമ്പോലെ കൂട്ടി ഉണ്ടാക്കി ഇങ്ങനെ വെളിച്ചമുണ്ടാക്കി അമ്മ ഇങ്ങനെ വരിക. കാരണം അവിടെയൊക്കെ അണലിയുണ്ട്, പാമ്പുണ്ട്, മൂർഖനുണ്ട്. അങ്ങുള്ള സ്ഥലം അവിടെ, റോഡൊന്നുമല്ല. ഇതുകൊണ്ട് വീശി വരുമ്പോൾ വെളിച്ചം കണ്ടു. ഞാൻ പതുക്കെ എഴുന്നേറ്റു. ബാക്കിൽ ചെന്ന് ആ കത്തിയെടുത്ത് 2-3 ഓല അറുത്തു മാറ്റി. ബാക്കിലെ ഓല അറുത്തു മാറ്റി. അമ്മ പ്രൈസ് ചെരുപ്പൊന്നുമില്ല, ഉടമുള്ളിൻ്റെ പുറത്തൂടെ ഞാൻ ഓടാനിടയായി. പ്രൈസലോ. ഓടിച്ചെന്ന് എൻ്റെ അമ്മയെ അമ്മയെ പ്രൈസലോ അമ്മയുടെ കയ്യിലിരുന്ന ചൂട്ട് വെളിച്ചം കുത്തി അണച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് പാടണ്ട. അമ്മയ്ക്ക് പാടാനും അറിയത്തില്ല, പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, പണ്ടുള്ള ആളാ. സ്വത്രം. അമ്മ 7-8 പാട്ട് ആമിൻ്റെ ഓരോ കണ്ണിക പാടി 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്ന് പാട്ടും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, മിണ്ടാതെ കിടക്കാൻ പറഞ്ഞു. അകത്തു കൊണ്ടുവന്നു. 3 ദിവസം ഉപവസിച്ച വ്യക്തിക്ക് ഒരു വെള്ളം പോലും കൊടുക്കാതെ തറയിൽ കൊണ്ട് കിടത്തി. എൻ്റെ അമ്മ കിടന്ന ഉടനെ കൂറുക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് പേടി. 3 കുഞ്ഞുങ്ങളും ഉറങ്ങി. എനിക്ക് പേടി, മരണവേദനയാ. ഞാൻ ചാരി ഇരുന്നു കേട്ടോ ആ ഷെട്ടിൽ. അമ്മ ഞാൻ അങ്ങ് ഉറങ്ങി. ദൈവം ഉറക്കി. ഒരു ചിമ്മിനി വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്, ഞാനും ഉറങ്ങി. അമ്മ 4 മണിക്ക് നിങ്ങൾക്കറിയാം, കന്നാമൂടിൽ സംഗീത ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. പണ്ട് സംഗീത ഹോട്ടലുണ്ടായിരുന്നു. പണ്ട് അമ്മയിലൂയ കാളവണ്ടി മരിച്ചിരി വരും. അമ്മ പ്രൈസല്ലോട് തമിഴ്നാടിൽ പോകാൻ. അതുകൊണ്ട് ഒരു ഹോട്ടൽ പുള്ള നൈറ്റ് ഹോട്ടലിൽ 4 മണിക്ക് പാട്ടിടും. ഈ പാട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. പ്രൈസ്തലോട് ചാടി എഴുന്നേറ്റു നോക്കി. എൻ്റെ അമ്മയെ നോക്കി, ജീവനുണ്ട്. സഹോദരങ്ങളെ നോക്കി, ജീവനുണ്ട്, മരിച്ചിട്ടില്ല. എൻ്റെ പപ്പ കിടന്നിട്ട് നോക്കുമ്പോൾ പപ്പയെ കാണാനില്ല. കത്തി ഇരിപ്പുണ്ട്, അമ്മ വിഷമരുന്നിരിപ്പുണ്ട്, വെള്ളമുണ്ട്. സ്വത്ര എൻ്റെ അമ്മയെ തട്ടി ഉണർത്തി. ഞാൻ കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ വന്ന് നോക്കി, അത് വിഷമരുന്ന, എടുത്ത് കഴിച്ചിട്ടില്ല.
ഈ ചിമ്മിനി വിളക്കും കൊണ്ട് ഒത്തിരി കിണർ നോക്കി, ഒത്തിരി മരങ്ങൾ നോക്കി, ഒത്തിരി കുളങ്ങൾ നോക്കി. എൻ്റെ പപ്പ വീണ് കിടക്കുന്നു. ഇല്ല, അന്ന് രാത്രി വെളുപ്പാങ്കിൽ 5 മണിയായപ്പോൾ എൻ്റെ അമ്മ ഉറക്കെ കരഞ്ഞു. നാട്ടുകാർ പലരും വന്നു, ബന്ധുക്കൾ പലരും വന്നു, അമ്മയുടെ സഹോദരങ്ങൾ വന്നു. എന്തിനാ കരയുന്നേ? ഞാൻ പറയുന്നു, പപ്പയെ കാണാനില്ല. എന്തുകൊണ്ട്? എൻ്റെ അമ്മ സ്നാനപ്പെട്ടത് കൊണ്ട് ഞങ്ങളെ കൊല്ലാൻ കത്തിയും വിഷമരുന്ന് മേടിച്ചു വെച്ചു. എൻ്റെ പപ്പയെ കാണാനില്ല. എൻ്റെ അമ്മയെ താലിയർത്താൻ വേദത്തിൽ പോയത് കൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ വന്നവർ തെറി പറഞ്ഞു. സ്വത്രം ബന്ധുക്കളും നാട്ടുകാരും തെറി പറഞ്ഞു. അങ്ങ് പോയി കേട്ടോ. പിന്നെ ആരും അറിയിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ പാത്രം കൊണ്ട് മറ്റു വീട്ടിൽ ആഹാരത്തിന് പോകുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ വീട്ടിൻ്റെ വാവലടയ്ക്കും. കാരണം പെന്തക്കോസിൽ പോയത് കൊണ്ട് ലോകത്തിൻ്റെ വീട്ടിൽ ആഹാരത്തിൻ്റെ വഴി അടഞ്ഞു. സ്വത്രം ശ്രദ്ധിക്കണേ. ചില ദിവസം കഴിഞ്ഞ് വിശന്ന് സഹിക്കാൻ കഴിയത്തില്ല. എൻ്റെ അമ്മ വെളുപ്പാങ്കാലം 4 മണിക്ക് പ്രാർത്ഥിക്കാൻ എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റമ്മ, ഞാൻ പോകുക. എവിടെയാ മക്കളെ? വിശന്ന് സഹിക്കാൻ വയ്യ, ഞാൻ പോകുക. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ, കണ്ണാമ്പൊട്ടിൽ നിന്ന് പാറശാലയ്ക്ക് 4 കിലോമീറ്റർ. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഓടി. എങ്ങോട്ട് അറിയത്തില്ല, എനിക്കറിയത്തില്ല, സ്ഥലം അറിയത്തില്ല. ഓടി ഞാൻ പാറശാലയോട്ട് ഇടതങ്ങ് ഓടുകയാ. ഓടി ചെല്ലുമ്പോൾ ഇന്നത്തെ പാറശാല റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കലെത്തി. അവൻ ട്രെയിൻ വണ്ടി കിടപ്പുണ്ട്. ടിക്കറ്റ് എടുത്തില്ല, എവിടെ പോകണം ചോദിച്ചില്ല. ആ വണ്ടിക്കകത്ത് കയറിയിരുന്നു. തറയിലായിരുന്നു, സീറ്റിലിരുന്നില്ല, തറയിലിരുന്നു. ഒരു കാക്കിയുടെ നിക്കർ എവിടെ നിന്നാ കളഞ്ഞു കിട്ടിയ ഒരു മലയാളിൻ്റെ മഞ്ഞ ബനിയൻ ഇവിടെ കൂട്ടിക്കെട്ടി ഇട്ട ബനിയനാ. ഈ വണ്ടി എന്ന് തമ്പാനൂർ, കന്യാകുമാരി, ട്രിവാൻഡ്രമാ. തമ്പാലിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും പഴങ്കഞ്ഞിയും കൊണ്ട് ഇറങ്ങുകയാ. എവിടെയാ? ഇന്നത്തെ പൂജപ്പരയുടെ സെൻട്രജന്റെ പണി നടക്കുകയാ. ബിൽഡിങ്ങിന്റെ പണി, മതിലിന്റെ പണി നടക്കുകയാ. ഞാൻ ഇവരെ കൂടെ നടന്നു. തമ്പാനൂരിൽ നിന്ന് പൂജപ്പുര വരെ നടന്നു കേട്ടോ. അവിടെ നടന്ന് അവർ പ്രസംഗന്മാർ ജോലിക്കിറങ്ങിയപ്പോൾ സൂപ്പർവൈസർമാർ, എഞ്ചിനീയർമാർ കാറിലും ബൈക്കിലും വന്നു. ഞാനൊരു മരത്തിൻ്റെ മുട്ടിൽ നിൽക്കുകയാ. അങ്ങനെ ഒരു സൂപ്പർവൈസർ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈവപ്പി, സാറേ എനിക്കൊരു ജോലി വേണം. 10ാമത്തെ വയസ്സ് കേട്ടോ. 10ാമത്തെ വയസ്സിൽ ഒരു സാറിൻ്റെ മുമ്പിൽ കൈകൂപ്പി. അദ്ദേഹം ഒരു ബ്രാഹ്മണനായ മനുഷ്യനാ. ചോദിച്ചതിൻ്റെ പേരെന്താ? ദേവരാജൻ. നീ എവിടെ നിന്നാ ഓടി വന്നേ? ചാടി വന്നേ? ഇല്ല സാറേ, ഞാൻ ഓടി വന്നത്. എൻ്റെ അനുഭവ സാക്ഷ്യം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് പൂജപ്പര ജയിലിലെ സൂപ്പർവൈസർ എടുത്ത് ഒരു ബ്രാഹ്മണ മനുഷ്യനെടുത്ത് ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞു. അവിടെ ഈ സാക്ഷ്യം പറയാൻ എനിക്കൊരു പേടിയില്ല, ആടുമൊരു നാണക്കേട്, ലജ്ജയില്ല കേട്ടോ. അത് എൻ്റെ ഇടകയിൽ പിടിച്ചുകൊണ്ട് ബ്രാഹ്മണനായ മനുഷ്യൻ പിടിച്ചുകൊണ്ട് ഒരു പോറ്റി ഹോട്ടലിൽ കൊണ്ടുപോയി വയറ് നിറഞ്ഞ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും മേടിച്ചു തന്നു. എന്നിട്ട് തമിഴ്നാടുകാരൻ കോൺട്രാക്ട് പുലിപ്പു എന്ന് പറയുന്നേ കൂട്ടാലുമൂട് ആ മേശിനെ വിളിച്ചു. ഫിലിപ്പിയസിനി വാന്ന് പറഞ്ഞ് വിളിച്ചു. ഈ മോൻ ഇന്ന് മുതൽ ജോലി കൊടുക്കണം. ഈ കമ്പനി ജോലി ഉള്ളിടത്തോളം കാലം ഈ മകന് ജോലി എടുക്കണം. കല്ല് ചമക്കാനല്ല, ചാന്തി ചമക്കാനല്ല, നിങ്ങൾക്ക് വെള്ളം തരാൻ, ചായ മേടിക്കാൻ, നിങ്ങൾക്ക് മുറിക്കാൻ മേടിക്കാൻ മറ്റൊരു ജോലിയും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം കൊടുക്കണം. കമ്പനി സാലറി കൊടുക്കും. എൻ്റെ 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ആ കമ്പനി ലഘുവായ ജോലിയും കട്ടിയായ ശമ്പളവും. ഫ്രീ ആഹാരം, ഫ്രീ. തിരിച്ചു പോകുമ്പോൾ വണ്ടിക്കൂലി ആ കോൺട്രാക്ട് എടുക്കും. 6 ദിവസം ജോലി ചെയ്യുന്ന ഫുൾ ഒരാളിൻ്റെ ശമ്പളം എൻ്റെ കയ്യിൽ ആ കോൺട്രാക്ടർ കവറിനകത്താക്കി എൻ്റെ നിക്കർ പോക്കറ്റിട്ട് തരും, വീട്ടിലേക്ക് കൊണ്ടുവരും. കേട്ടോ, ശ്രദ്ധിക്കണമേ. എൻ്റെ പിതാവിന് മടങ്ങി വന്നില്ല. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞങ്ങൾ കിടന്ന ഭൂമിയുടെ ജമ്മി മരിച്ചുപോയി. നാട്ടുകാർ പറഞ്ഞു, സരസ്വതി ജമ്മിയുടെ ഭാര്യ നിന്നെ അടിച്ചിറക്കും. ജമ്മി മരിച്ച 3ാമത്തെ ആഴ്ചയിൽ ജമ്മിയുടെ ഭാര്യ വന്ന്, ഞാനില്ല, സരസ്വതിയെ എന്ന് വിളിച്ചു. എൻ്റെ അമ്മ ഞെട്ടി വിറച്ചു പുറത്തിറങ്ങുമ്പോ, നീ പേടിക്കണ്ട, നാളെ കുന്നത്തുകൽ രജിസ്ട്രാർ ഓഫീസ് വരാൻ പറഞ്ഞു. 10 സെന്റ് ഭൂമി എൻ്റെ അമ്മയുടെ മേൽ ദാനം എഴുതി കൊടുത്തു കേട്ടോ. ഇന്ന് ആ 10 സെന്റിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ച ഇരിപ്പുണ്ട് കണ്ണാമൂട് വണ്ടിപ്പുരവളയിൽ. 100 കണക്കിന് ആത്മാക്കൾ ആ ചർച്ച ദൈവം തന്നു. ശ്രദ്ധിക്കണേ, ആ 10 സെന്റ് ഭൂമിക്കകത്ത് എൻ്റെ മാതാവും 3 സഹോദരങ്ങളും ചെളി ചവിട്ടി ഉണ്ടാക്കിയ കട്ടകരത്ത് ഒരു വീട് പണിതു. ഞാൻ പൂജപ്പരി ജോലിയെ ശനിയാഴ്ച വരും. മേശിരിമാരെ വിളിച്ച് വീട് പണിതു. വ്യാഴാഴ്ച ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് ഭവനാരാധനയാ. ആ വ്യാഴാഴ്ച ഞാൻ രാത്രി വന്നു. ശ്രദ്ധിക്കണമേ, ഇത് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ കേട്ടോ. ദിവാസമയ സമയം തീരാറായി കേട്ടോ. ഞാൻ സാക്ഷ്യം പറഞ്ഞ 1.5 മണിക്കൂറാകും. അതുകൊണ്ട് ഞാൻ പറയാൻ പഠിക്കും. നിങ്ങൾക്ക് വിഷമായി തീരും. അതുകൊണ്ടാ ശ്രദ്ധിക്കണമേ.
ആമേ പ്രൈസലോ ആരാധനയ്ക്ക് എല്ലാ വിശ്വാസികളും വന്നു. ഞങ്ങൾ ദൈവാസം പ്രാർത്ഥിച്ചു. യോഗം മടങ്ങി, പ്രാർത്ഥന കഴിഞ്ഞു. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് അവരങ്ങ് പോയി. ഞങ്ങൾക്ക് കിട്ടിയ ഹിറ്റൊക്കെ 4 മക്കളും അമ്മയും കൂടെ ഞങ്ങൾ ഷെയർ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കൂട്ടം പുരുഷാരം, ഒരു കൂട്ടം ആൾക്കാർ വന്നു. കഥട്ടി ഞങ്ങൾ കഥ നോക്കുമ്പോൾ 10-20 പുരുഷന്മാർ നിൽക്കുകയാ. പ്രായമുള്ളവരും യൗവനക്കാർ നിൽക്കുകയാ. അവൻ്റെ നടുവിൽ ഒരു ഭ്രാന്തനായ മനുഷ്യൻ നിൽപ്പുണ്ട്. സ്വോത്രം. താടിയെല്ലാം വളർത്തി, മുടിയെല്ലാം വളർത്തി, വസ്ത്രമെല്ലാം കീറി കറുത്ത് അഴുക്ക് വരേണ്ട ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. എൻ്റെ അമ്മയോട് ചോദിച്ചു, സരസ്വതിയെ ഈ മനുഷ്യനെ അറിയാമോ? എൻ്റെ അമ്മ പറഞ്ഞു, അറിയത്തില്ല. മോനെ നിനക്കറിയാമോ ഈ മനുഷ്യനെ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല ഏട്ടാ. ആ മനുഷ്യനോട് ചോദിച്ചു, ഇവരെ നിങ്ങൾക്കറിയാമോ? ഇതെൻ്റെ ഭാര്യ സരസ്വതി, ഇതെൻ്റെ മകൻ ദേവരാജൻ. 4 മക്കളുടെ പേര് പറഞ്ഞു. എൻ്റെ അമ്മ ചോദിച്ചു, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ? അതെ. പിന്നെ ഇത്രയും നാൾ എവിടെ പോയി? എൻ്റെ പിതാവ് പറഞ്ഞു, നീ സ്നാനപ്പെടുന്നതിന് അന്ന് കൊല്ലാൻ ഞാൻ വിഷവും കത്തി മേടിച്ചത് ഉറപ്പാ. കൊണ്ടുവന്ന് ചില മണിക്കൂർ ഞാനിവിടെ ഇരുന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഞാൻ ഇറങ്ങി തിരിച്ചു. ചില ദിവസത്തിനു മുമ്പ് എനിക്ക് സുബോധം വന്നു. ഞാൻ ഇവിടെ മടങ്ങി വന്നിട്ട് ഏതാണ്ട് 15 ദിവസത്തിലധികമായി. എനിക്ക് സ്ഥലം അറിഞ്ഞുകൂടാ, നിങ്ങളെ കണ്ടാൽ അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ പേര് ചോദിച്ചു കിടന്നു. അങ്ങനെയാ ഒരാൾ എന്നെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നേ. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പപ്പയാണ്. അന്ന് രാത്രി പുറത്തു കൊണ്ടു നിർത്തി ഞാൻ എൻ്റെ അമ്മയും പപ്പയുടെ വസ്ത്രം മാറ്റി അമ്മ തന്നെ കുളിപ്പിച്ചു. എൻ്റെ അമ്മയുടെ ഇടയിൽ എൻ്റെ പപ്പയെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച സൈക്കിളിൻ്റെ എത്തുകൊണ്ട് വീട്ടിൽ ബാർബറിനെ കൊണ്ടുവന്നു. തൻ്റെ മുടി വെട്ടി ശബരം ചെയ്യിപ്പിച്ചു, നഖം വെട്ടി കുളിപ്പിച്ചു, ആമെ മുണ്ടും സട്ട് മേടിപ്പിച്ചു, ധരിപ്പിച്ചു. 4 മക്കളും ആമെ മന്ത്രവാദിയും ഭാര്യയും ചർച്ചിലെത്തി. ശ്രദ്ധിക്കണം, 7 വർഷത്തിൽ ശേഷം എൻ്റെ പിതാവ് മടങ്ങി വന്നപ്പോൾ ആ ചർച്ചിൽ കയ്യടിയല്ല, ആരാധനയല്ല, നിലവിളിയായിരുന്നു. 3-ാമത്തെ ഞായറാഴ്ച ആദ്യം മന്ത്രവാദി വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി. പിറകിൽ 4 മക്കൾ വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി. കേട്ടോ, എൻ്റെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. ഹല്ലേലൂയ. എൻ്റെ 9-ാമത്തെ വയസ്സിൽ പാത്രമെടുത്തിരുന്നവനാ ഞാൻ. സ്വത്രം. ഇന്ന് ഞാൻ പിച്ചക്കാരനല്ല, എൻ്റെ അപ്പൻ കോടീശ്വരനാ. വീടില്ലാതെ കന്നാമൂടെ ചെല്ലമ്മലയുടെ കടവരാന്തയിൽ ഉറങ്ങിയവരാ ഞാൻ, എൻ്റെ അനിയനൊക്കെ. ആഹാരമില്ലാതെ ഇരുന്നവനാ. വസ്ത്രമില്ലാതെ മുളങ്കമ്പെടുത്തിട്ട് റോഡ് സൈഡിൽ വലിച്ചെറിയപ്പെട്ട തുണിയെ മുളങ്കമ്പിൽ ചിറ്റിയിട്ട് കുളത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി കല്ലിൽ ഒട്ടിയിരിക്കുന്ന സോപ്പ് തേച്ച് ഉരച്ച് കഴുകി ഉടുത്ത മനുഷ്യനാ ഞാൻ. ശ്രദ്ധിക്കണേ, എൻ്റെ പിതാവ് 85-ാമത്തെ വയസ്സ് 2022 ഏപ്രിൽ മാസം 12-ാം തീയതി 85-ാമത്തെ വയസ്സിൽ താൻ ലോകത്തോട് വിട പറഞ്ഞ് നിത്യയിലേക്ക് താൻ ചേർക്കപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് 78 വയസ്സുണ്ട്. ഇന്നെൻ്റെ സഭയിലെ വിശ്വാസിയാണ്, എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. 12ഓളം കൊച്ചുമക്കളുടെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദേശത്ത് പാത്രമെടുത്ത് ഇരുന്ന സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് അവൻ കഴിച്ച് അവിടെ എൻ്റെ ഭാര്യയുടെ പപ്പ, അമ്മ, 4 സഹോദരങ്ങൾ, എൻ്റെ 3 സഹോദരങ്ങൾ, അവിടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, എൻ്റെ വിശ്വാസികളാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, മനവസന ഹേതുവായി മനുഷ്യൻ്റെ മനസ്സൊടിയുമ്പോൾ ഒരു നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ വേഗത്തിൽ ആമേൻ നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം. ലൂക്കോസ് 7:13 വായിച്ചാട്ടെ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. മതി കേട്ടോ. ഇന്ന് രാത്രി മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരോട്, ഭർത്താവിനെ ചൊല്ലി കരയുന്ന സഹോദരിമാരോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, കരയണ്ട. പ്രൈസ് ദി ലോർഡ്. കഞ്ചാവിന് അടിമയായ മക്കൾ, പാമ്പുരാക്കിന് അടിമയായ മക്കൾ, ലഹരിക്ക് അടിമയായ മക്കൾ, പീഡനത്തിൽ പോലും അടിമയായ മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ,
അവരെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ മതിയായ യേശു പറയുന്നു, അവളെ കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞു, കരയണ്ട. ഈ ദേശത്തെ, ഈ ഗ്രാമത്തെ ഓർത്ത് കരയുന്ന പറ്റന്മാരുണ്ട്, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഞാൻ പറയാം, ദേശത്തിന് വേണ്ടി കരയണം. നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കരയണം. കഴിഞ്ഞ ഏപ്രിൽ മാസം 20 മുതൽ മാർച്ച് മാസം 20 മുതൽ ഏപ്രിൽ 7-ാം തീയതി ചർച്ചയിൽ ഉപവാസമായിരിക്കായിരുന്നു 21 ദിവസം. ഈ ദിവസങ്ങൾ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണമേ, പ്രാർത്ഥനയുടെ മധ്യഭാഗമായപ്പോ ദേശത്ത് അറിയപ്പെട്ട മദ്യപാനികൾ, മെന്റൽ രോഗികളെ കർത്താവ് കൊണ്ടുവന്നു വിടുവിപ്പാൻ ഇടയായി. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ദേശത്തിന് വേണ്ടി കരയുന്ന ദൈവദാസന്മാരെ, കരയുന്ന ദൈവസഭയെ, ദേശത്തെ നിങ്ങളുടെ കൈ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഈ മഹായോഗത്തിന് കാരണമായി തീർന്ന പ്രിയപ്പെട്ടവരെ, ഈ യോഗം നിങ്ങൾക്ക് നഷ്ടമല്ല, ഏറെ ലാഭമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയം മനോവസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുമ്പോൾ ഒരു നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചുപോയി മഞ്ചത്തിൽ കൊണ്ടുവരുന്നത് യേശു കണ്ടു. അടുത്ത് ചെന്നു, അവളെ കണ്ടിട്ട് മനസ്സലിച്ച് പറയാം, സ്ത്രീയെ നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് യേശു പോയില്ല. ചുമക്കുന്ന ആ മഞ്ചത്തിന്റെ അരികത്തേക്ക് വന്നു. അവൻ മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ദേശത്തിലെ അനർത്ഥങ്ങൾ നിൽക്കും, കൊലപാതകങ്ങൾ നിൽക്കും, ആത്മഹത്യ നിൽക്കും, പീഡനങ്ങൾ നിൽക്കും. ഈ ആരാധന മുഖത്തും. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധന ആരുടെ ജീവിതത്തിൽ തകർച്ചയല്ല, ദേശത്തിലെ വിടുതല. ഈ ആരാധന കുടുംബങ്ങളുടെ വിടുതല. ഒരു വചനം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആരെ വിശ്വസിക്കണം? ദേശത്തെയല്ല, രാജ്യത്തെയല്ല, ഭരണകർത്താക്കന്മാരെ അല്ല. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാനവജാതിയെ വീണ്ടെടുപ്പാൻ കാൽവരി യാഗമായി മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിനെ വിശ്വസിക്കണം. സ്വതന്ത്രം. ഇന്ന് രാത്രി ആ കർത്താവിന്റെ നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. സമയം ദീർഘമായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ഒരു നല്ല വർത്തമാനം ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. മുറിവേറ്റിരിക്കുന്ന ഹൃദയങ്ങൾ, രോഗമായിരിക്കുന്ന വ്യക്തികൾ, ഏത് രോഗമാകട്ടെ, ഞാൻ പറയും ഏത് രോഗമാകട്ടെ, RCC കൈവിട്ടതായിരിക്കാം. എൻ്റെ സഭയിൽ ഒരു സഹോദരനെ 12 വർഷങ്ങൾക്ക് മുമ്പ് RCC മോർച്ചറി വാർഡിൽ 18 ദിവസം തന്നെ വലിച്ചെറിഞ്ഞു. ആമെ ക്യാൻസർ എന്ന മാരക രോഗം കിഡ്നിയിൽ നിന്ന് യൂറിലേക്ക് പോകുന്ന ട്യൂബിൽ വന്നു. കിഡ്നിയിൽ നിന്ന് യൂറിലേക്ക് പോകുന്ന ട്യൂബിനകത്ത് ക്യാൻസർ വന്നു പൊട്ടി. കൈകൊണ്ട് വെള്ളം മുണ്ട് ചുരുട്ടി ഇതിനകത്ത് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നേ. 18 ദിവസം മോർച്ചറി വാരിയിട്ടിട്ട് തന്നെ വീട്ടിലേക്ക് വിട്ടു. കളീക്കവള പഴയ പോലീസ് സ്റ്റേഷന്റെ ബാക്കിൽ ഒറ്റ പ്രാർത്ഥന ഞായറാഴ്ച സഭായോഗത്തിന്റെ ശേഷം തൻ്റെ വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറയും, സഹോദര, താൻ മന്ത്രവാദിയുടെ ചെറുമകന, പോലീസുകാർക്ക് താൻ പേടി സ്വപ്നമാ. ഇവിടെ ഇരിക്കുന്ന വീഡിയോ പിടിക്കുന്ന പ്രിയ സഹോദരനെ തന്നെ അറിയാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ആ ഒറ്റ പ്രാർത്ഥനയിൽ തൻ്റെ ക്യാൻസർ എന്ന മാരക രോഗത്തുനിന്ന്, മരണക്കെട്ടുനിന്ന് തന്നെ വിടുവിപ്പാൻ
എൻ്റെ ദൈവം മതിയായവൻ. ഇന്ന് രാത്രി ഞാൻ ദൈവസഭയുടെ ഇവിടെ ഇരിക്കുന്ന ജനത്തോട്, പുരുഷാരത്തോട് ദേശത്ത് പറയാം, മനോവസന ഹേതുവായി മനുഷ്യന്റെ മനസ്സ് തകരുമ്പോൾ ഒരു നല്ല വർത്തമാനം നിങ്ങളെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. കടഭാരം നിമിത്തം ആത്മഹത്യയുടെ വക്കിലെത്തിയ, രോഗം നിമിത്തം ആത്മഹത്യയുടെ വക്കിലെത്തിയ മക്കൾ നിമിത്തം വ്യാപരിക്കുന്ന ദൈവ പൈതലേ, ഒരു നല്ല വർത്തമാനം, യേശുവിൻ്റെ സന്ദേശം അവൻ നിങ്ങളെ സമാപനം തരുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും അതത് സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ ഈ ടീമിലെ യോഗം ഈ ദേശത്ത് ഉടലെടുത്തിരിക്കുന്ന ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക് ഈ യോഗം അനുഗ്രഹമായി തീരട്ടെ. മറക്കാൻ കഴിയാത്ത വിടുവരന് കാരണമായി തീരട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഏത് രോഗമാകട്ടെ, ഏത് വൻ ശോധനയാകട്ടെ, മദ്യപാനത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയായിരിക്കാം, പാപത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളായിരിക്കാം. ഇന്ന് രാത്രി വിടുവിക്കുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയമില്ലാത്തത് ഓട്ടിച്ച് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് പ്രിയ സംഘടനയിൽ ഞാൻ മയക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ കർത്താവേ, ദരിദാസന്മാർ കൊടുത്ത ദർശനപ്രകാരം സ്വന്തം കാശു മുടക്കി സ്വന്തം ശരീരം യാഗമായി സമർപ്പിച്ച് ഈ മനോഹരമായ യോഗം നടത്തുമ്പോൾ ഈ യോഗാനന്തരം അനവധി പാപികൾ മാനസാന്തരപ്പെടട്ടെ, അനവധി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അനവധി പിന്മാറ്റകർ മടങ്ങി വരട്ടെ, അനവധി വ്യക്തികൾക്ക് രക്ഷയും വിടുവരും ഉദ്ധാരണമായി തീരുവാൻ സഹായിക്കേണ്ടതിനായി സ്തോത്രം. വന്നവരെയും വരാൻ കഴിയാതിരിക്കുന്നവരെയും ദേശത്ത് പാർക്കുന്നവരെയും പിതാവ് പരിശുദ്ധനാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുളച്ചെന്നെ കണ്ണൂനിർ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുളച്ചെന്നെ കണ്ണൂനിർ പൊൻകരത്താൽ തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ആമേൻ. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കരകണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. കരകണതാഴിയിൽ വലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. വരികാവൻ ചാരത്തു ബന്ധിതരേ, തരുണവൻ കൃപ മനഃശാന്തിയതും. വരികാവൻ ചാരത്തു ബന്ധിതരേ, തരുമാവൻ കൃപ മനഃശാന്തിയതും. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് ചെന്നത വിശുദ്ധന്മാരാൻ അലങ്കൃതമായ തിരുവചനം. നമുക്ക് ചെന്നത വിശുദ്ധന്മാരാൻ അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും
സന്തോഷത്താൽ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, എൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവന്റെ ദാതാവായ ഹല്ലേലൂയ, രോഗികൾക്ക് ഹല്ലേലൂയ സൗഖ്യം പകരുന്നവനായ, ഹല്ലേലൂയ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ, ഹല്ലേലൂയ ജീവന്റെ ഉറവിടമായ യേശുവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം രാത്രികാലം ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന സാക്ഷ്യമായി, ഹല്ലേലൂയ വചനമായി നമ്മുടെ ഇടയിൽ, ഹല്ലേലൂയ ദേശത്ത്, ഈ പട്ടണത്ത് കർത്താവ് ഹല്ലേലൂയ സംസാരിച്ചല്ലോ. രാത്രികാലം ഹല്ലേലൂയ ആ ജീവനുള്ള സാക്ഷ്യത്തിന് മുന്നിൽ, ആ വചനത്തിന് മുന്നിൽ അതിനെ നന്ദി ഭാഷകളിൽ വിശ്വാസത്തോടെ രാത്രികാലം ഹല്ലേലൂയ രോഗികളായിരിക്കുന്നവർ, ഹല്ലേലൂയ ഒരു ജീവൻ, ഹല്ലേലൂയ ചില മരിച്ച അവസ്ഥകളുടെ മേൽ ആഗ്രഹിക്കുന്നവർ രാത്രികാലം അതിനെ തുറന്ന അന്യ ഭാഷകളിൽ രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ യോഗത്തിൻ്റെ ഈ ഒരു ദിവസം നടത്തപ്പെട്ട ഈ സുവിശേഷ യോഗത്തിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൃപയും ഈ ദേശത്തിലും ഇതിനകത്ത് കടന്നു വന്ന ദൈവമക്കളുടെ മേലും ദൈവം പകർന്നതിനായി ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇതിൻ്റെ മുഴുവൻ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ദേശത്ത് എവിടെയൊക്കെ കേട്ടോ, ആരൊക്കെ ഇത് മനസ്സിലാക്കിയോ, അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും മാനസാന്തരത്തിന് കാരണമായി തീരേണ്ടതിനായി ഇന്ന് രാത്രിയിൽ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കും. കർത്താവിൻ്റെ ദാസനെ അതിനായി അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. എൻ്റെ ദാസനെയും കുടുംബത്തെയും വിടുവിച്ച ആ വലിയ വിടുതലിനെ ഇന്ന് രാത്രിയിൽ ദേശത്തെ കേൾപ്പിക്കുവാൻ അങ്ങയുടെ ദാസനെ സഹായിച്ചതിനായി നന്ദി. തുടർന്നും അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ ഈ സാക്ഷ്യം, ഈ ദൈവവചനം അനേകരുടെ ജീവിതത്തിൽ കർത്താവിനെ ആകർഷിക്കത്ത നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കടദാസനെ ദൈവം സഹായിക്കണമേ നാഥ. തൻ്റെ സഭയും ദൈവമക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൽ നിലനിർത്തിക്കൊള്ളേണ്ടതിനായും പ്രാർത്ഥിക്കുന്ന യോഗത്തിന് മുഖാന്തരമായ പ്രിയ ടീമംഗങ്ങൾ, ആമേൻ, ദൈവദാസന്മാർ കുടുംബങ്ങളായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ഇനിയും ദൈവം ബലപ്പെടുത്തണമേ. ഇനിയും അനേക ദൈവവചനത്തിൻ്റെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ ദൈവം നിലനിർത്തേണ്ടതിനായി ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായി ഇന്ന് രാത്രിയിൽ യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ആമേൻ കടന്നു വരുവാനിടയായി, ആമേൻ ഹല്ലേലൂയ, ദൈവസ്നേഹത്തെ, ദൈവത്തിനെ സ്നേഹിച്ച് ദൈവവചനത്തെ മാനിച്ച് ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുമെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തെയും സകല ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകല ജാതികൾക്കുമുള്ള രക്ഷയുടെ സന്ദേശം ദേശത്ത് മുഴങ്ങിയല്ലോ. കേട്ട വ്യക്തികൾ വിടുതൽ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണം. യോഗങ്ങളെ നിയന്ത്രിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിച്ചതിനായി നന്ദി. തുടർന്ന് ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ദൈവം മറയ്ക്കും. യോഗത്തിന് ഹല്ലേലൂയ സംവിധാനങ്ങൾ ഒരുക്കിയ ആമേൻ ഈ വാത്സല്യ ഈ ഭവനാങ്കണത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതന്ന് കുടുംബത്തെയും പ്രിയ ദൈവദാസിനി കുടുംബത്തെ തലമുറകളെയും അവരുടേതായ സ്ഥാപനങ്ങളെയും ഉപജീവനങ്ങളെയും അനുഗ്രഹിച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും കേൾപ്പിച്ച ദൈവാലോചനകളോടും ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വരവിനായി ആമേൻ ഹല്ലേലൂയ ആമേൻ ആ വിശ്വാസത്തിൽ പരിണമിക്കുന്ന ദൈവത്തിന്റെ
ക്രിയകളോടും കൂടി കർത്താവിൻ്റെ വരവോളം ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് രാത്രിയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുഴുമഹത്വം കൊടുത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.